ഹലോ. ഹലോ. ഓക്കെ. അപ്പോൾ നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിൻ്റെ ജോഗ്രഫിയും എക്കണോമിക്സ് നമ്മളിങ്ങനെ രണ്ടും കൂടി മിക്സ് ചെയ്തായിരിക്കും നോക്കുന്നത്. പിന്നെ നമ്മൾ ജോഗ്രഫി നോക്കുകയാണെന്നുണ്ടെങ്കിൽ നാളെ നമ്മൾ എക്കണോമിക്സ് നോക്കാം. അങ്ങനെ ഓൾട്ടർനേറ്റീവായിട്ട് നമുക്ക് നോക്കിപ്പോവാം. ഓക്കെ. അപ്പോൾ നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് ജോഗ്രഫി എന്ന് പറയുമ്പോൾ നമ്മൾ കൂടുതൽ വേൾഡ് ജോഗ്രഫിയിലായിരിക്കും കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. വേൾഡ് ജോഗ്രഫിയുടെ ക്വസ്റ്റ്യൻസിലായിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത് ഇന്നത്തെ ദിവസം കൂടുതലായിട്ടും കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. ആ ഏരിയയിൽ നിന്ന് വരുന്ന നമ്മുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത് കൂടുതൽ നോക്കുന്നതെന്ന്. അപ്പോൾ നമ്മുടെ കുറച്ച് കാലമായിട്ട് നമ്മുടെ 2021 തൊട്ട് അല്ലേ മാറിയ PSCയുടെ പുതിയ രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഒക്കെ അല്ലേ, അതാണ് നമ്മൾ കൂടുതൽ ബുദ്ധിമുട്ടിക്കുന്ന ടൈപ്പ് ക്വസ്റ്റ്യൻസ്. അപ്പോൾ ഈ നമ്മുടെ ഡിഗ്രി ലെവൽ നോക്കുന്ന സമയത്ത് അവിടെ അത്തരം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യനിൽ നമ്മൾ ഇംഗ്ലീഷും മലയാളവും കാണുമല്ലോ. അപ്പോൾ അത് നമ്മൾ രണ്ടും ഉൾപ്പെടുത്തിയിട്ടുണ്ട്, രണ്ട് രീതിയിലുള്ള ക്വസ്റ്റ്യനും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നമുക്ക് +2 ലെവലാണെങ്കിലും 10th ലെവലുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ആണെങ്കിൽ മലയാളം മാത്രമാണ് അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പോൾ ആ മലയാളത്തിൻ്റെ രീതിയിലുള്ള ക്വസ്റ്റ്യൻസും ആയിരിക്കും നമ്മൾ ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ ഈ നമ്മൾ ഈ ഏരിയ, അതായത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യും, ജോഗ്രഫിയുടെ ഒട്ടുമിക്ക എല്ലാ ഏരിയാസും കവർ ചെയ്തിട്ടുള്ള ഒരു സെഷൻസ് ആയിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത് ഇനി വരാൻ പോകുന്നത്. നമ്മൾ മുന്നേ പഠിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ്. അതെന്ത് ചെയ്യാണ്, നമ്മളൊന്ന് റീകളക്ട് ചെയ്യുന്ന പ്രോസസ്സാണ് ശരിക്കും PYQ ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യുന്നത് നമുക്ക് കിട്ടുന്നത്. ഓക്കെ. അപ്പോൾ നമ്മൾ പ്രധാനമായിട്ട് ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കുന്നത്, ഇവിടെ നോക്കടാ, ഇവിടെ വെസ്റ്റേർലീസ് ആണല്ലേ. വെസ്റ്റേർലീസിൽ നിന്ന് ആ ഒരു പോർഷൻസിലല്ലേ നമ്മുടെ പെർമനന്റ് വിൻസ് അല്ലെ, സ്ഥിരവാദങ്ങൾ എന്നുള്ള മേഖലയിൽ നിന്നുള്ള ക്വസ്റ്റ്യൻ ആണ് എന്ത് ചെയ്യുന്നത് ആദ്യമായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇവിടെ മലയാളത്തിലും ഇംഗ്ലീഷിലും എന്ത് ചെയ്യുന്നുണ്ട് ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്. അപ്പോൾ ഇവിടെ നമ്മുടെ ഒരു സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഈ ഭാഗത്ത് നിന്ന് നമ്മൾ ആദ്യം നോക്കുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ആദ്യത്തെ സ്റ്റേറ്റ്മെന്റ് A പറയുന്നത് വെസ്റ്റേർലീസ് ആർ മോർ പവർഫുൾ ആൻഡ് അഗ്രസീവ് ഇൻ ദി സദേൺ ഹെമിസ്ഫിയർ. ഓക്കെ. ഇനി രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റിലേക്ക് വന്നു കഴിഞ്ഞാലോ, വെസ്റ്റേർലീസ് ഇൻ സദേൺ ഹെമിസ്ഫിയർ ബ്ലോസ് ത്രൂ ദി ഫ്രിക്ഷൻ ഫ്രീ സർഫസ് ഓഫ് ഓഷൻ. അപ്പോൾ നമ്മുടെ രണ്ട് സ്റ്റേറ്റ്മെന്റ് ആണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ആദ്യത്തെ സ്റ്റേറ്റ്മെന്റ് എന്താണ് പറഞ്ഞിട്ടുള്ളത്, ദക്ഷിണാർദ്ധഗോളത്തിൽ അല്ലേ, ദക്ഷിണാർദ്ധഗോളത്തിലെ സദേൺ ഹെമിസ്ഫിയർ ദക്ഷിണാർദ്ധഗോളം. വെസ്റ്റേർലീസ് എന്ന് പറയുമ്പോൾ പശ്ചിമവാദങ്ങൾ അല്ലെ, പശ്ചിമവാദങ്ങളാണ് നമ്മൾ വെസ്റ്റേർലീസ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഈസ്റ്റേർലീസിന് എന്ത് പറയും, ഈസ്റ്റേർലീസിന് പൂർവ്വവാദങ്ങൾ എന്ന് പറയും അല്ലെ, പൂർവ്വവാദങ്ങൾ എന്ന് പറയും. അപ്പോൾ വെസ്റ്റേർലീസിനെ പറ്റിയാണ് അടുത്ത് നമ്മുടെ ക്വസ്റ്റ്യൻ. ഓക്കെ. അപ്പോൾ വെസ്റ്റേർലീസ് എന്താണ്, നമ്മൾ ബേസിക്കലി ആദ്യം അറിഞ്ഞിരിക്കണം അല്ലേ. നമ്മുടെ 30 ഡിഗ്രി ലാറ്റിറ്റ്യൂഡ് അല്ലെ, നോർത്ത് സൗത്ത് ലാറ്റിറ്റ്യൂഡിൽ നിന്ന് 60 ഡിഗ്രി നോർത്ത് സൗത്ത് ലാറ്റിറ്റ്യൂഡുകളിലേക്ക് വീശുന്ന വാദങ്ങളാണല്ലേ, കാറ്റുകളെയാണ് നമ്മൾ എന്ത് പറയുന്നത് വെസ്റ്റേർലീസ് എന്ന് പറഞ്ഞു. രണ്ട് അർദ്ധഗോളങ്ങളിലും, നോർത്ത് സൗത്ത് അർദ്ധഗോളങ്ങളിൽ, ദക്ഷിണ ഉത്തരാർദ്ധഗോളങ്ങളിൽ 30 ഡിഗ്രി എന്ന് പറയുമ്പോൾ നമ്മുടെ സബ് ട്രോപ്പിക്കൽ ഹൈ പ്രഷർ സോൺ അല്ലേ, ഹൈ പ്രഷർ ഉന്നമർദ്ദ മേഖലയാണ് അല്ലേ, കൂടിയ മർദ്ദ മേഖലയാണ്. അവിടെ നിന്ന് 60 ഡിഗ്രിയിലെ സബ്പോളാർ അല്ലേ, സബ്പോളാർ ഉപധ്രുവീയ അല്ലെ, ഉപധ്രുവീയ നീചമർദ്ദ മേഖല അല്ലെ, ലോ പ്രഷർ സോണിലേക്ക് 30 ഡിഗ്രി നോർത്ത് സൗത്ത് അക്ഷാംശങ്ങളിൽ നിന്ന് 60 ഡിഗ്രി സബ്പോളാർ ഉപധ്രുവീയ ഭാഗങ്ങളിലേക്ക് വീശുന്ന കാറ്റുകളെയാണ് നമ്മൾ വെസ്റ്റേർലീസ് എന്ന് പറയുന്നത് നമ്മൾ പഠിച്ചു. ഇനി നമ്മുടെ സ്റ്റേറ്റ്മെന്റ് എന്താണ് പറയുന്നത്, വെസ്റ്റേർലീസ് ആർ മോർ പവർഫുൾ ആൻഡ് അഗ്രസീവ് ഇൻ സദേൺ ഹെമിസ്ഫിയർ. അപ്പൊ എന്താണ് ഇവിടെ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ദക്ഷിണാർദ്ധഗോളത്തിലെ പശ്ചിമവാദങ്ങൾ കൂടുതൽ ശക്തിയുള്ളതും അക്രമാസക്തമാണെന്നല്ലേ, കുറച്ചുകൂടി പവർഫുൾ ആയിട്ട് വീശുന്ന ആൾക്കാരാണെന്നാണ് പറയുന്നത്. ഇനി രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് B പറയുന്നത് വെസ്റ്റേർലീസ് ഇൻ സദേൺ ഹെമിസ്ഫിയർ ബ്ലോസ് ത്രൂ ദി ഫ്രിക്ഷൻ ഫ്രീ സർഫസ് ഓഫ് ഓഷൻസ്. അപ്പൊ അവിടെ ഫ്രിക്ഷൻ ഫ്രീ സർഫസ് ഓഫ് ഓഷൻ അല്ലേ. അപ്പൊ നമ്മൾ നമ്മുടെ ഗ്ലോബ് ഒന്ന് മനസ്സിൽ കൊണ്ടുവന്നു കഴിഞ്ഞിട്ട് നമ്മളിനി ഉത്തരാർദ്ധഗോളത്തിലേക്ക് ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും അല്ലേ, ഉത്തരാർദ്ധഗോളത്തിന്റെ മിക്കവാറും എല്ലാ ഭാഗങ്ങളിലും നമുക്ക്
ലാൻഡ് മാസുകളുണ്ട് അല്ലേ, ലാൻഡ് മാസുകളുണ്ട്. അപ്പോൾ ഈ ലാൻഡ് മാസസിന്റെ പ്രത്യേകത എന്താണ്? ഇതിന്റെ സർഫസ് എന്ന് പറയുന്നത് എപ്പോഴും എന്താണ്, ഭയങ്കര സ്മൂത്ത് ആയിട്ടുള്ള സർഫസ് ആണോ? നമ്മുടെ എന്താണ് കോണ്ടിനെന്റൽ ഏരിയ, നമ്മുടെ എന്താണ് ലാൻഡ് ഏരിയ നോക്കിക്കഴിഞ്ഞാൽ അവിടെ എന്താണ് കംപ്ലീറ്റ്ലി ഭയങ്കര സ്മൂത്ത് ആയിട്ടുള്ള സർഫസ് ആണോ നമുക്ക് കിട്ടുന്നത്? അല്ല അല്ലേ, സ്മൂത്ത് ആയിട്ടുള്ള സർഫസ് അല്ല. കുന്നുകളുണ്ട്, മരങ്ങളുണ്ട്. ഫോൺ സൈസ് കൂട്ടണോ? ഓക്കെ ആണോ? ഇത്ര ഓക്കെ ആണോ? ഈ ഫോൺ സൈസ് മതിയോ? ഓക്കെ, അപ്പോൾ നമ്മുടെ എന്താണ് അഗെയിൻ നമ്മുടെ ലാൻഡ് മാസസ് കോണ്ടിനെന്റൽ ഏരിയയിലേക്ക് വന്നു. അപ്പോൾ നമുക്കറിയാമല്ലേ കോണ്ടിനെന്റൽ ഏരിയ എന്ന് പറയുന്നത് എന്താണ്, കുന്നുകളുണ്ട്, കുഴികളുണ്ട്, മരങ്ങളുണ്ട്, കെട്ടിടങ്ങളുണ്ട്, അങ്ങനെ എന്താണ് ഒരുപാടധികം സാധനങ്ങൾ അല്ലേ. ഒരു കാറ്റ് വീശുന്ന സമയത്ത് അതിനകത്ത് ഒത്തിരി അധികം റെസ്ട്രിക്ഷൻസും ഒബ്സ്ട്രക്ഷൻസും ഉള്ള ഒരു ഏരിയ ആണ് എന്ത്, ഈ ലാൻഡ് ഏരിയ എന്ന് പറയുന്നത്. അപ്പം നമ്മുടെ നോർത്തേൺ ഹെമിസ്ഫിയറിൽ എന്താണ് അവർക്ക് കൂടുതൽ എന്താണ് റെസ്ട്രിക്ഷൻസ് ഉണ്ടല്ലേ. നേരെ അങ്ങ് വീശി പോകുന്ന സമയത്തായിരിക്കും അവിടെ ഒരു മരം നിൽക്കുന്നത്, അപ്പം അതിൽ തട്ടണം. പിന്നെ അപ്പുറത്തൂടെ പോകുമ്പോഴായിരിക്കും അവിടെ എന്ത് ചെയ്യുന്നത്, ഒരു വലിയ കുന്ന് നിൽക്കുന്നത്, അപ്പം അതിൽ തട്ടണം. അപ്പം ഇതെല്ലാം കൂടി ഇങ്ങനെ തട്ടി വരുന്ന സമയത്ത് എന്ത് ഇവരുടെ മൊത്തത്തിലുള്ള എന്താണ് ആ ഒരു സ്ട്രെങ്ത് എന്ത് ചെയ്യാനുണ്ട്, കുറഞ്ഞു പോകാനുള്ള സാധ്യത എന്താണ് ഉത്തരാർദ്ധഗോളത്തിലുണ്ട്. എന്നാൽ ദക്ഷിണാർദ്ധഗോളത്തിലേക്ക് വന്നേ, നമ്മുടെ സദേൺ ഹെമിസ്ഫിയർ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും അല്ലേ, ലാൻഡ് മാസസ് കുറവാണല്ലേ. ആ ഭാഗങ്ങളിൽ ലാൻഡ് മാസസ് കുറവാണ് കമ്പയറിംഗ് ടു നോർത്തേൺ ഹെമിസ്ഫിയറിലേക്ക് എന്താണ് നോക്കിയിട്ട് നമ്മൾ സദേൺ ഹെമിസ്ഫിയറിലേക്ക് പോകുന്ന സമയത്ത് നമ്മുടെ ഇന്ത്യൻ ഓഷൻ റീജിയൻ ആയാലും പസഫിക് ഓഷൻ റീജിയൻ ആയാലും അതുപോലെ അറ്റ്ലാന്റിക് ഓഷൻ റീജിയൻസ് ഒക്കെ എടുത്തു കഴിഞ്ഞാലും ആ ഭാഗങ്ങളിലൊക്കെ നമുക്ക് എന്താണ് ലാൻഡ് മാസസ് കുറവാണ്. അതുകൊണ്ട് തന്നെ ഒരു തരത്തിലുള്ള ഒബ്സ്ട്രക്ഷൻ ഇല്ല അല്ലെ, ഒന്ന് തടസ്സമല്ല, കാറ്റിന് ഒരു തടസ്സവും ഇല്ല. അപ്പൊ എന്താണ് വളരെ ശക്തിയായിട്ട് തന്നെ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും, വീശാൻ കഴിയും. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മുടെ ഈ ഒരു പർട്ടിക്കുലർ ചോദ്യത്തിലെ രണ്ട് സ്റ്റേറ്റ്മെന്റും എന്താണ് ശരിയാണ്. കാരണം നമ്മുടെ സദേൺ ഹെമിസ്ഫിയറിൽ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മുടെ വെസ്റ്റേർലീസ് കുറച്ചുകൂടെ പവർഫുൾ ആണ്. അങ്ങനെ പവർഫുൾ ആകാനുള്ള റീസൺ എന്ന് പറയുന്നത് അവിടെ എന്താണ് ഫ്രിക്ഷൻ ഫ്രീ ആയിട്ടുള്ള, അവിടെ എന്താണ് ഘർഷണമൊന്നും കൊടുക്കുക, അതൊരു ഫ്രിക്ഷൻ എന്താണ് കോസ് ചെയ്യും. ഫ്രിക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ് ഒരു പ്രതലത്തിന്റെ മുകളിലൂടെ എന്താണ് വേറൊരു സാധനം നമ്മൾ എന്ത് ചെയ്യുന്നത് ഇങ്ങനെ മൂവ് ചെയ്യിക്കുന്ന സമയത്ത് ഉണ്ടാകുന്ന എന്താണ് നമ്മുടെ ഈ ഒരു അതിന്റെ മുകളിലൂടെ ആ മൂവ്മെന്റിനെതിരെ പ്രയോഗിക്കപ്പെടുന്ന ഒരു ബലത്തിനാണ് നമ്മൾ ഫ്രിക്ഷണൽ ഫോഴ്സ് എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ ഓഷന്റെ കേസിൽ എന്താണ് ഫ്രിക്ഷണൽ ഫോഴ്സ് കുറവാണ്. അതെന്താണ് ഏകദേശം എന്താണ് യൂണിഫോം ആയി ഇരിക്കുന്നത് കൊണ്ട് തന്നെ ഫ്രിക്ഷണൽ ഫോഴ്സ് കുറവാണ്. അതുകൊണ്ട് തന്നെ സദേൺ ഹെമിസ്ഫിയറിൽ നമ്മുടെ വെസ്റ്റേർലീസ് എന്താണ് കൂടുതൽ അക്രമാസക്തമായിട്ട് അല്ലെങ്കിൽ കുറച്ചും കൂടെ എന്താണ് പവർഫുൾ ആയിട്ട് വീശാറുണ്ട്. അതുകൊണ്ട് തന്നെ എന്താണ് ഇവർക്ക് പേരുകളുണ്ടല്ലേ, റോറിംഗ് 40s, ഫ്യൂരിയസ് 50s, സ്ക്രീമിംഗ് 60s എന്നൊക്കെ എന്ത് ചെയ്യും നമ്മളെ ഈ വെസ്റ്റേർലീസിനെ എന്ത് ചെയ്യും നമ്മുടെ സദേൺ ഹെമിസ്ഫിയറിൽ അറിയപ്പെടും അല്ലേ. ഇനി നമ്മുടെ ഓപ്ഷൻസിലേക്ക് വന്നേടാ, ഇവിടെ എന്താണ് സ്റ്റേറ്റ്മെന്റ് എ ഈസ് കറക്റ്റ് പക്ഷേ ബി ഇൻകറക്റ്റ് ആണെന്ന് പറഞ്ഞു, അപ്പോൾ ഇത് തെറ്റ്. ഇനി സ്റ്റേറ്റ്മെന്റ് ബി ഈസ് കറക്റ്റ്, എ ഈസ് ഇൻകറക്റ്റ്, ഇതും തെറ്റ്. ബോത്ത് ദ സ്റ്റേറ്റ്മെന്റ്സ് ആർ ഇൻകറക്റ്റ്, തെറ്റ്. ശരി എന്താണ്, ബോത്ത് ദ സ്റ്റേറ്റ്മെന്റ്സ് ആർ കറക്റ്റ് ആൻഡ് സ്റ്റേറ്റ്മെന്റ് ബി എക്സ്പ്ലെയിൻസ് സ്റ്റേറ്റ്മെന്റ് എ. അപ്പോൾ ഡി ആണ് നമ്മുടെ കറക്റ്റ് ഓപ്ഷൻ, ഡി ആണ് നമ്മുടെ കറക്റ്റ് ഓപ്ഷൻ. ഓക്കെ അല്ലേ, കിട്ടിയില്ലേ, മനസ്സിലായോ? യെസ്, ദീപ ഡി ആണെന്ന് പറയുന്നുണ്ടായിരുന്നു. ഡി ആണ് കറക്റ്റ് ഓപ്ഷൻ അല്ലേ. ഇനി അതിന്റെ റീസൺ എന്താണ്, ആ ഒരു കാര്യം തന്നെയാണ് അല്ലേ. അപ്പോൾ ഇവിടെ എന്താണ് നമ്മുടെ പ്രഷർ ബെൽറ്റുകളും അതുപോലെ തന്നെ വിൻഡ് പാറ്റേൺസും ആ ഏരിയ എന്താണ് കണ്ടിന്യൂസ് ആയിട്ട് ക്വസ്റ്റ്യൻസ് വരുന്ന ഒരു ഏരിയ ആണ്. നമ്മൾ എന്ത് ചെയ്യുക, അറിഞ്ഞിരിക്കേണ്ട ഏരിയ ആണ് അല്ലേ. നമുക്കറിയാം ഇക്വറ്റോറിയൽ ലോ പ്രഷർ, സബ് ട്രോപ്പിക്കൽ ഹൈ, സബ്പോളാർ ലോ, പോളാർ ഹൈ പ്രഷർ അല്ലേ, പോളാർ ഹൈ പ്രഷർ. ഇനി നമ്മുടെ ഇന്റർട്രോപ്പിക്കൽ കൺവെർജൻസ് സോൺ എന്നറിയപ്പെടുന്ന എന്ത് തന്നെയാണ്, നമ്മുടെ ഇക്വറ്റോറിയൽ ലോ പ്രഷർ സോൺ തന്നെയാണ്. കാര്യം എന്താണ്, നമ്മുടെ സബ് ട്രോപ്പിക്കൽ ഹൈ പ്രഷർ അല്ലേ ഉപോഷ്ണ ഉച്ചമർദ്ദ മേഖലയിൽ നിന്നും എന്താണ് ഭൂമധ്യരേഖ നീചമർദ്ദ മേഖലയിൽ അവിടേക്ക് എന്ത് ചെയ്യും കാറ്റുകൾ എന്ത് ചെയ്യും കണ്ടിന്യൂസ് ആയിട്ട് വീശിക്കൊണ്ടിരിക്കും. ഇനി ഇവരെ നമ്മൾ എന്താണ് ഈസ്റ്റേർലീസ് എന്നാണ് അല്ലേ അറിയപ്പെടുന്നത്, ഈസ്റ്റേർലീസ് എന്നാണ് വിളിക്കുന്നത്. ഇനി ഇവ എന്താണ് ഇവിടെ എന്താണ് സ്ഥിരമായിട്ട് വീശിക്കൊണ്ടിരുന്ന ഇത്തരം വിൻസ് അല്ലേ, ഇത്തരം വിൻസ് ട്രേഡിന് സഹായിച്ചുകൊണ്ട് അവരെ ട്രേഡ് വിൻസ് എന്ന് വിളിക്കുന്നു. ദെൻ മുകളിലേക്ക് പോകുമ്പോൾ വെസ്റ്റേർലീസ് അല്ലെ, സബ് ട്രോപ്പിക്കൽ ഹൈയിൽ നിന്ന് സബ് പോളാർ ലോയിലേക്ക് രണ്ട് ഹെമിസ്ഫിയറിലും വീശുന്ന ആൾക്കാരാണ് വെസ്റ്റേർലീസ്. ദെൻ പോളാർ ഹൈ പ്രഷറിൽ നിന്ന് സബ് പോളാർ ലോയിലേക്ക് വീശുന്ന ആളാണ് പോളാർ ഈസ്റ്റേർലീസ് എന്ന് പറയുന്നത്. എന്താണ് മനസ്സിലായോ, ഇത്രയും കാര്യങ്ങൾ ഓക്കെ ആണോ? ഓക്കെ അല്ലേ, എങ്ങനെ വന്നു എന്ന് മനസ്സിലായോ? ഇനി ഈ എന്താണ് ഈ പേരുകൾ ഓർത്തു വെച്ചോണേ.
റോറിംഗ് 40s, ഫ്യൂരിയസ് 50s ആൻഡ് സ്ക്രീമിംഗ് 60s. ഇതെന്താണ്? ഇത് മുന്നേ ഒരു എക്സാമിന്, എനിക്ക് തോന്നുന്നു ഏതോ ഒരു ഡിഗ്രി ലെവൽ എക്സാമിന് ഇങ്ങനെ തന്നെ ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ, ഇങ്ങനെ തന്നെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. സോ എന്ത് ചെയ്യുക, ഈ പേരുകൾ ഓർത്തു വെച്ചിരിക്കുക. നമ്മുടെ വെസ്റ്റേർലീസിന് അല്ലെങ്കിൽ പശ്ചിമവാദങ്ങളെ എന്താണ് സദേൺ ഹെമിസ്ഫിയറിൽ എന്താണ് ഓരോ എന്താണ് ലാറ്റിറ്റ്യൂഡിലും വീശുന്ന ആൾക്കാർ എന്താണ് അവർ അങ്ങനെ പേരിട്ട് വിളിച്ചതാണ് റോറിംഗ് 40s, ഫ്യൂരിയസ് 50s ആൻഡ് സ്ക്രീമിംഗ് 60s. കാര്യം എന്ന് പറഞ്ഞാൽ ദക്ഷിണാർദ്ധഗോളത്തിൽ അവർ ഭയങ്കര പവർഫുൾ ആയിട്ട് നമ്മുടെ ഉത്തരാർദ്ധഗോളത്തിനെ കമ്പയർ ചെയ്യുമ്പോൾ വളരെയധികം പവർഫുൾ ആയിട്ടാണ് എന്ത് ചെയ്യുന്നത് അവർ വീശുന്നത്. അതുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത് അവരെ ഇത്തരം പേരുകളിൽ വിളിക്കുന്നത്. ക്ലിയർ അല്ലേ? ഓക്കെ അല്ലേ? നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോട്ടെ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഓക്കെ, മനസ്സിലായി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? കൺസിഡർ ദി ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ് ഓൺ വെസ്റ്റേൺ ഗാർഡ്സ്. വെസ്റ്റേൺ ഗാർഡ്സ് അല്ലെ, നമ്മുടെ പശ്ചിമഘട്ടത്തെ പറ്റിയാണ് ചോദ്യം. ഓക്കെ, ഇനി ഏതാണ് കറക്റ്റ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പം നമ്മൾ എന്താണ് നമ്മൾ എന്ത് ചെയ്യും, ഇത് കാണുമ്പോഴത്തേക്ക് എന്താണ് ഇതിന് നമുക്ക് പ്രശ്നമില്ല, കറക്റ്റ് ഏതാണ് നമുക്ക് പെട്ടെന്ന് മനസ്സിലാവും, അതുകൊണ്ട് ഈ പ്രശ്നമില്ല. പക്ഷേ നമ്മുടെ സോറി കേട്ടോ, കറക്റ്റ് ആണോ ഇൻകറക്റ്റ് എന്നാണോ പറഞ്ഞിരിക്കുന്നതെന്ന് എന്ത് ചെയ്യുക, വളരെ കൃത്യമായിട്ട് നോക്കി 1-2 വട്ടം ക്വസ്റ്റ്യൻ വായിച്ചു നോക്കി എന്ത് ചെയ്യുക, പറ്റുമെന്നുണ്ടെങ്കിൽ ഈ കറക്റ്റ് ഇൻകറക്റ്റ് എന്നൊക്കെ എഴുതിയേക്കുന്നതിൻ്റെ അടിയിൽ ഒരു അണ്ടർലൈൻ ഒക്കെ ചെയ്തിട്ട് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യില്ല, തെറ്റിപ്പോവില്ല. അപ്പോൾ എന്ത് ചെയ്യുക, ആദ്യം കീവേഡ് ഏതാണെന്ന് നോക്കുക. ആ ഒരു പർട്ടിക്കുലർ ക്വസ്റ്റ്യൻ എടുക്കുക, അതിനകത്തുള്ള കീവേഡ് ഏതാണ്, കറക്റ്റ് എന്നാണോ ഇൻകറക്റ്റ് എന്നാണോ ചോദിച്ചിരിക്കുന്നത്, ആ ഒരു കീവേഡ് ആദ്യം നോക്കുക. അല്ല നമ്മൾ മറ്റേ ഇത് കാണുമ്പോഴേ ഇതെനിക്ക് അറിയാമെന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യും, നമ്മൾ കയറി കുത്തി നമ്മൾ എന്താണ് മാർക്ക് ചെയ്ത് കഴിഞ്ഞിട്ടായിരിക്കും ചിലപ്പോൾ ഇത് കറക്റ്റ് അല്ല നമ്മൾ മാർക്ക് ചെയ്യേണ്ടത്, ഇൻകറക്റ്റ് ആണെന്ന് എന്ത് ചെയ്യുന്നത് കാണിച്ചിരിക്കുന്നത്. നമ്മളെ തെറ്റിക്കാൻ വേണ്ടിയിട്ട് ഓപ്ഷനിൽ അത് കാണുകയും ചെയ്യും സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസിൽ. അതുകൊണ്ട് എന്ത് ചെയ്യുക, അത് നോക്കി എന്ത് ചെയ്യണം, മാർക്ക് ചെയ്യണം. അതെന്ത് ചെയ്യുക, എപ്പോഴും അതിൽ ഒന്ന് കോൺഷ്യസ് ആയിട്ടിരിക്കണം. ഓക്കെ, അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യനിലേക്ക് വരുന്നു. അവിടെ എന്താണ് കറക്റ്റ് ആൻസർ ആണ് അല്ലേ നമ്മൾ ചോദിച്ചിരിക്കുന്നത്. താഴെ തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെന്റുകളിൽ ഏതാണ് എന്ത് കറക്റ്റ് ആണ് എന്നുള്ളതാണ് ചോദിച്ചിരിക്കുന്നത്. ഇനി നമുക്കറിയാം അല്ലേ, ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, വെസ്റ്റേൺ ഗാർഡ്സ് ഇസ് എ യങ് ഫോൾഡ് മൗണ്ടൻ. ഫോൾഡ് മടക്ക് പർവ്വതമാണോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇവിടെ കറക്റ്റ് ട്രാൻസ്ലേഷൻ നോക്കിയാൽ പശ്ചിമഘട്ടം ഒരു ഇളം മടങ്ങ് മലനിരയാണ്. ഡിഗ്രി ലെവൽ എക്സാം ആണ് കേട്ടോ. എനിക്ക് തോന്നുന്നു 2021 പ്രിലിമിനറി ഫസ്റ്റ് സ്റ്റേജിലെ ക്വസ്റ്റ്യൻ ആണെന്നാണ് എൻ്റെ ഫസ്റ്റ് സ്റ്റേജിലെ ക്വസ്റ്റ്യൻ ആണ് കേട്ടോ ഇത്. അപ്പോൾ കണ്ടോ, അതുകൊണ്ടാണ് നമ്മൾ ഡിഗ്രി ലെവലാണ് എന്താണ് കോൺസെൻട്രേറ്റ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി ഇംഗ്ലീഷ് ക്വസ്റ്റ്യൻസ് നോക്കി ചെയ്യുന്നതായിരിക്കും വളരെ നല്ലത്. മലയാളത്തിൽ മാത്രം നമ്മൾ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് തെറ്റിപ്പോകാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്. അതുകൊണ്ടാണ് പറയുന്നത്. അല്ല, നമുക്ക് +2 നമ്മുടെ ഇപ്പോൾ LDO അല്ലെങ്കിൽ നമ്മൾ അതിന് താഴോട്ടുള്ള എക്സാംസ് ഒക്കെ നോക്കുന്ന സമയത്ത് ഓക്കെ, നമുക്ക് വേറെ ഓപ്ഷൻ ഇല്ല, മലയാളം തന്നെ കാണുള്ളൂ. അപ്പോൾ നമുക്ക് ഡിഗ്രി ലെവൽ എക്സാം ഒക്കെ എഴുതുന്ന സമയത്ത് നമുക്കൊരു ഓൾട്ടർനേറ്റീവ് ഓപ്ഷൻ ഉണ്ട്, ഇംഗ്ലീഷ് ഉണ്ട്. സോ ഇംഗ്ലീഷിന്റെ ഭാഗത്തൂടി എന്താണ് എഴുതിയേക്കുന്നതെന്ന് നോക്കണം കേട്ടോ. അപ്പോൾ ഫസ്റ്റ് വൺ എന്താണ്, ഒരു യങ് ഫോൾഡ് മൗണ്ടൻ ആണെന്നാണ് പറയുന്നത്. അത് ശരിയാണോ? തെറ്റാണല്ലേ, അത് തെറ്റാണ്. എന്താണ് യങ് ഫോൾഡ് മൗണ്ടൻ എന്ന് പറയുമ്പോൾ നമുക്കറിയാലേ, ഹിമാലയാസ് ഒരു യങ് ഫോൾഡ് മൗണ്ടൻ ആണെന്ന് നമുക്കറിയാം അല്ലേ. എന്താണ് ഈ യങ് ഫോൾഡ് മൗണ്ടൻ എന്ന് പറയുമ്പോൾ നമ്മുടെ ഓറോജനിക് പ്രോസസ്സ് അല്ലേ. ഓറോജനിക് പ്രോസസ്സ് എന്ന് പറയുമ്പോൾ എന്താണ്, 2 പ്ലേറ്റുകൾ തമ്മിൽ കൂട്ടിയിടിക്കുന്ന സമയത്ത് അല്ലെ, 2 പ്ലേറ്റുകൾ തമ്മിൽ, എന്താണ് പ്രത്യേകിച്ച് 2 കോണ്ടിനെന്റൽ പ്ലേറ്റുകൾ തമ്മിൽ കൂട്ടിയിടിക്കുന്ന സമയത്ത് അവിടെ എന്ത് ചെയ്യും, അവിടെ ഒരു മൗണ്ടെയിൻ ബിൽഡിംഗ് പ്രോസസ്സ് നടക്കും. അങ്ങനെ ഉണ്ടാകുന്ന മൗണ്ടെയിൻസിനാണ് നമ്മൾ ഫോൾഡ് മൗണ്ടെയിൻ എന്ന് വിളിക്കുന്നത്. അപ്പോൾ നമ്മൾ പറഞ്ഞേക്കുന്നത് വെസ്റ്റേൺ ഗാർഡ്സ് ഒരു യങ് ഫോൾഡ് മൗണ്ടെയിൻ ആണെന്നാണ്. അപ്പോൾ എന്താണ് ഓക്കെ, അത് നമുക്ക് എന്താണ് ഇപ്പം നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ ഓക്കെ, നമുക്കത് അറിയില്ല, നമുക്കത് എന്ത് ചെയ്യാം, ജസ്റ്റ് മാറ്റി വെച്ചേക്കാം. ഇനി രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് എന്താണ്, വെസ്റ്റേൺ ഗാർഡ് വാസ് ഫോംഡ് ഇൻ ടെറിഷറി പീരീഡ്. ഇവിടെ നമ്മൾ എന്താണ് മലയാളം നോക്കിക്കഴിഞ്ഞാൽ എന്താണ്, പശ്ചിമഘട്ടം 3ാമത്തെ കാലയളവിലാണ് രൂപീകൃതമായതെന്നാണ് പറയുന്നത്. ഇത് എന്താണ്, ഈ 3ാമത്തെ അവർ ടെറിഷറിയെ കറക്റ്റ് മലയാളം ഗൂഗിൾ ട്രാൻസ്ലേറ്റ് ചെയ്തതാണ്. ടെറിഷറി പീരീഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ജിയോളജിക് ടൈം പീരീഡുകളുണ്ട്. ഓക്കെ, ഒരു ജിയോളജിക് ടൈം സ്കെയിലുണ്ട് നമ്മുടെ ഭൂമിക്ക്. അപ്പോൾ അതിനകത്ത് വരുന്ന ഒരു പീരീഡാണ്, ഒരു സമയമാണ് ഈ ടെറിഷറി പീരീഡ്. അപ്പോൾ അതിൽ ഏറ്റവും പഴക്കം ചെന്നതിന് നമ്മൾ എന്ത് പറയും, പ്രീ കാംബ്രിയൻ എന്ന് പറയും. അത് കുറച്ച് ടെക്നിക്കൽ ആയിട്ടുള്ള ഒരു ഇതാണ് കേട്ടോ. നിങ്ങൾക്ക് പറ്റുമെന്നുണ്ടെങ്കിൽ ഒരു ജിയോളജിക്കൽ ടൈം സ്കെയിൽ എടുത്ത് നോക്കി, ജസ്റ്റ് ടൈമിന് ഓരോരോ പേരിട്ട് അവർ വിളിച്ചിരിക്കുന്നതാണ്. പ്രീ കാംബ്രിയൻ 2 ആൾക്കാരുണ്ട്. ആക്ച്വലി 3 പേരുണ്ട്. ഹെയ്ഡൻ എന്ന് പറയുന്ന ഒരാളുണ്ട്, ആർക്കിയൻ എന്ന് പറയുന്ന ഒരാളുണ്ട്, ദെൻ പ്രോട്ടറോസോയിക്. അപ്പോൾ ഇത് 2 3 വലിയ
ഇയോൺസ് ആണ്. ഇയോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ എന്താണ് ഇത്തിരി വലിയ കാലയളവാണ്. മില്യൺസ് ഓഫ് ഇയേഴ്സിന്റെ കാര്യമായിരിക്കും പറയുന്നത്. നമ്മുടെ ഭൂമി ഉണ്ടായത് മുതൽ ഏകദേശം എന്താണ് 3 എന്താണ് ബില്യൺ ഇയേഴ്സ് വരെ ടൈമിലാണ് നമ്മൾ ഹെയ്ഡൻ എന്നൊക്കെ പറയുന്നത്. പ്രത്യേകിച്ച് അവിടെ ഒന്നും ഇല്ല, അവിടെ കാര്യമായിട്ടുള്ള ലൈഫോ ഒന്നും ഇല്ല. അങ്ങനെയുള്ള നമുക്ക് എന്താണ് എവിഡൻസുകൾ വളരെ കുറവാണ് ഈ ഹെയ്ഡൻ പീരീഡിനെ പറ്റിയുള്ള, ഇയോണിനെ പറ്റിയുള്ള. അതുകൊണ്ട് നമ്മൾ ഹെയ്ഡൻ നമ്മൾ എന്ത് ചെയ്യും നോക്കുന്നില്ല. ദെൻ ആർക്കിയൻ, പ്രോട്രോസോയിക്. അതിനുശേഷം എന്താണ് ഫാനറോസോയിക് എന്ന് പറയുന്ന ഇയോൺ വരുന്നു. ഫാനറോസോയിക് എന്ന് പറയുന്ന ഇയോൺ വരുന്നു. ഫാനറോസോയിക്കിനെ നമുക്ക് എന്ത് ചെയ്യാം, കുറച്ചായിട്ട് തിരിക്കാം. തിരിക്കുമ്പോ എന്താണ് നമ്മൾ ഫാനറോസോയിക്കിനെ എന്താണ് തിരിക്കുകയാണ്. ഫാനറോസോയിനെ സോറി കേട്ടോ, തൊണ്ട ചെറിയൊരു പ്രശ്നമുണ്ടേ. ഫാനറോസോയിക് ഇയോണിനെ നമ്മൾ കുറച്ച് ഇറകളാക്കി തിരിക്കുകയാണ്. മനസ്സിലാകുന്നവര് ജസ്റ്റ് ഒന്ന് നോക്കിക്കോ, അല്ലാത്തവർ വിട്ട് കളഞ്ഞു കുഴപ്പമില്ല കേട്ടോ. ഇതിങ്ങനെ ഒരു ടെറിഷറി എന്ന് പറഞ്ഞ ടെക്നിക്കൽ ടേം പറഞ്ഞതുകൊണ്ട് മാത്രം പറയുന്നതാണ്. ഫാനറോസോയിക്കിനെ നമ്മൾ 3ആയിട്ട് തിരിക്കും. അപ്പൊ ഹെയ്ഡൻ, ആർക്കിയൻ, പ്രോട്രോസോയിക് ഇവരെ 3 കൂടെ നമ്മൾ പ്രീ കേംബ്രിയൻ എന്നാണ് പറയുന്നത്. അതിനുശേഷം വരുന്ന ഇയോൺ ആണ് ഫാനറോസോയിക് എന്ന് പറയുന്നത്. ഫാനറോസോയിക്കിനെ 3ആയിട്ട് തിരിക്കാം. ഫാനറോസോയിക് 3ആയിട്ട് തിരിക്കുന്നു. പാലിയോസോയിക്, മീസോസോയിക്, സീനോസോയിക്. ഓക്കെ, പാലിയോസോയിക്, മീസോസോയിക്, സീനോസോയിക്. ഇനി പാലിയോസോയിക്കിനെ നമുക്ക് എഗെയിൻ കുറെ ആയിട്ട് തിരിക്കാം. കേംബ്രിയൻ, ഓർഡോവിഷ്യൻ, സൈലൂറിയൻ, ഡിവോണിയൻ, പെർമിയൻ എന്നൊക്കെ പറഞ്ഞ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, തിരിക്കാൻ പറ്റും. അങ്ങനെ കുറച്ചായിട്ട് എന്ത് ചെയ്യും, നമ്മൾ വീണ്ടും കുഞ്ഞു പീരീഡ് ആക്കി തിരിച്ചു. ഈ മീസോസോയിക്കിനെ നമ്മൾ എന്താണ് ട്രയാസിക്, ജുറാസിക്, ക്രിട്ടേഷ്യസ്, ട്രയാസിക് ജുറാസിക്, ക്രിട്ടേഷ്യസ് എന്ന് പറഞ്ഞ 3ആയിട്ട് തിരിച്ചു. ഇനി സീനോസോയിക്കിനെ നമ്മൾ എന്താണ് ടെറിഷറി, ക്വാട്ടേണറി ആയിട്ട് തിരിച്ചു. ഇതിലെ ഈ ടെറിഷറിയെ പറ്റിയാണ് എന്ത് ചെയ്യുന്നത് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. നിങ്ങൾക്ക് മനസ്സിലായോ ഇത് ടൈം പീരീഡ് ആണ് പറയുന്നത് കേട്ടോ. ടൈം പീരീഡ് ആണ് പറയുന്നത്. ഒരുപാട് പേര് ആൻസർ പറയുന്നുണ്ട്, കറക്റ്റ് ആൻസർ ആണ് കേട്ടോ അത്. ഓക്കെ, അപ്പൊ ഇതെന്താണ് ഈ ടെറിഷറി എന്ന് ഉദ്ദേശിച്ചത് എന്താണെന്ന് പറഞ്ഞു തരാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞത്. ഇത് ജസ്റ്റ് ടൈം പീരീഡ് ആണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. അപ്പൊ എന്താണ് ഈ ടെറിഷറി എന്ന് പറയുന്നത് എന്താണ്, ഒരുപാട് നമ്മുടെ എന്താണ് ഭൂമിയിൽ ഒരുപാട് ജീവജാലങ്ങളൊക്കെ വന്നതിന് ശേഷമുള്ള പീരീഡാണ് ഈ ടെറിഷറി എന്ന് പറയുന്നത്. നമ്മളിപ്പോൾ ക്വാട്ടേർണറിയിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഉള്ളത്. ഇതിനൊക്കെ സബ് ഡിവിഷൻസ് ഉണ്ട് കേട്ടോ. അപ്പൊ ഇതെന്താണ് അത്യാവശ്യം യങ് ആയിട്ടുള്ള ഒരു ഏജ് ആണ് അല്ലെ. നമ്മുടെ ഹിമാലയൻ മൗണ്ടൻസ് ഒക്കെ ഫോം ചെയ്ത് ഏകദേശം ഈ ഒരു ഏജിലാണ്. അവരെന്താണ് ഏകദേശം ഈ ഒരു ഏജ് സമയത്താണ് എന്ത് ചെയ്യുന്നത് നമ്മുടെ ഹിമാലയാസ് ഒക്കെ ഫോം ചെയ്തിരിക്കുന്നത്. സോ നമ്മുടെ വെസ്റ്റേൺ ഗാട്സിനെ പറ്റി പറയുമ്പോൾ വെസ്റ്റേൺ ഗാട്സ് എന്ന് പറയുന്നത് ഒരിക്കലും ടെറിഷറിയിലുള്ള ഒരാളല്ല. അദ്ദേഹം എന്താണെങ്കിൽ പ്രീ കേംബ്രിയനുള്ള ഏകദേശം ആർക്കിയൻ, പ്രോട്രോസോയിക് ഏജിലൊക്കെ ഉള്ള റോക്കുകളാണ് നമ്മുടെ എന്ത് ചെയ്യുന്നത് നമ്മുടെ വെസ്റ്റേൺ ഗാട്സിൽ കാണുന്നത്. സോ ഒരിക്കലും നമ്മുടെ വെസ്റ്റേൺ ഗാട്സ് ടെറിഷറി പീരീഡിൽ ഫോം ചെയ്ത ഒരു മൗണ്ടൻ അല്ല. ഓക്കെ, അതും കഴിഞ്ഞു. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, അതും ക്യാൻസൽ ചെയ്യാം. യങ് ഫോൾഡ് മൗണ്ടൻ അല്ല നമ്മൾ പറഞ്ഞല്ലേ. അത് നമുക്ക് നമ്മുടെ എന്താണ് നമ്മൾ ഒരിക്കലും ഒരു എന്താണ് പ്ലേറ്റ് ബൗണ്ടറി ഒന്നും അല്ല കേരളം ഇരിക്കുന്നത്, അല്ലെങ്കിൽ വെസ്റ്റേൺ ഗാട്സ് ഉള്ള സ്ഥലം എന്ന് പറയുന്നത് ഒരു ബൗണ്ടറി ഒന്നും അല്ല എന്ന് നമുക്കറിയാം. ഇനി നെക്സ്റ്റ് 3ാമത്തെ സ്റ്റേറ്റ്മെന്റ് എന്താണ് പറയുന്നത്, വെസ്റ്റേൺ ഗാട്ട് ഈസ് ആൻ എസ്കാർപ്മെന്റ്. എസ്കാർപ്മെന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു ഫോൾട്ടിങ് നടന്നു. എന്താണ് ഒരു ഫോൾട്ടിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്താണ് ഒന്നായിട്ടിരിക്കുന്ന ഒരു ബ്ലോക്ക് അതെന്ത് ചെയ്യാണ്, അതിനൊരു വീക്ക് പ്ലെയിനിൽ കൂടെ അവർ 2ആയിട്ട് അങ്ങ് മുറിഞ്ഞു പോവാണ്. മുറിഞ്ഞു പോകുന്ന സമയത്ത് എന്ത് ചെയ്യും, ഇവര് ചുമ്മാ അങ്ങ് മുറിഞ്ഞിട്ട് ഇങ്ങനെ തന്നെ ഇരിക്കില്ല. അവരെന്ത് ചെയ്യും, ഒരു മൂവ്മെന്റ് ഉണ്ടാവും മുറിഞ്ഞിട്ട്, അല്ലെങ്കിൽ ഒരു വീക്ക് പ്ലെയിൻ ഉണ്ടായി അവരങ്ങനെ തന്നെ ഇരുന്ന് കഴിഞ്ഞാൽ അതിന് നമുക്ക് ഫോൾട്ടിങ് എന്ന് പറയാൻ പറ്റില്ല. അതിന് നമ്മൾ ജോയിൻസ് എന്നേ പറയുള്ളൂ. ആ ഫോൾട്ടിങ് നടന്നിട്ട് ആ 2 ബ്ലോക്കുകൾക്കും, അതായത് നമ്മുടെ എന്താണ് ആ വീക്ക് പ്ലെയിനിൽ കൂടി ഒരു ഇൻഡിവിജ്വൽ സാധനം 2ആയിട്ട് മുറിഞ്ഞ് 2ഓ 3ഓ 4ഓ ഒക്കെ ആയിട്ട് മുറിഞ്ഞു കഴിഞ്ഞാലും ആ മുറിഞ്ഞ സാധനങ്ങൾക്ക് അല്ലെ മുറിഞ്ഞു പോയ കുഞ്ഞു കുഞ്ഞു പീസുകൾക്ക് ഒരു മൂവ്മെന്റ് ഉണ്ടായിരിക്കും, ഒരു അപ്പാരന്റ് മൂവ്മെന്റ് വേണം. അങ്ങനെ ഇരിക്കുന്ന സമയങ്ങളിലാണ് നമ്മൾ അതിനെ ഫോൾട്ടിങ് എന്ന് പറയുന്നത്. അങ്ങനെ അത്തരത്തിലൊരു ഫോൾട്ടിങ് ആണ്. ഇപ്പം ഈ ഒരു പർട്ടിക്കുലർ 2 ബ്ലോക്കുകൾ ഇരിക്കുകയാണ്. അപ്പൊ ഈ ബ്ലോക്ക് എന്ത് ചെയ്യാണ്, താഴോട്ട് പോവുകയാണ്. അതിന്റെ മൂവ്മെന്റ് താഴോട്ടും ഇയാൾ മുകളിലോട്ട് പൊങ്ങിയും വരികയാണെന്നിരിക്കട്ടെ. അപ്പൊ എന്താണ് നമുക്ക് കിട്ടുന്നത്, ഇങ്ങനെ ഒരു സ്റ്റെപ്പ് ലൈക്ക് സ്ട്രക്ചർ ആണ് അല്ലെ. ഇതിലെന്താണ് ഈ നമ്മുടെ ഷാർപ്പായിട്ടുള്ള ഈ ഒരു ഏരിയ ഉണ്ടല്ലോ. അപ്പൊ ഞാൻ ഇവിടെ നിൽക്കുകയാണെന്ന് വെച്ചോട്ടെ. അപ്പൊ ഞാൻ എന്ത് ചെയ്യാണ്, ഇത് നോക്കിക്കൊണ്ട് ഇവിടെ നിൽക്കുകയാണ്.
നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ എനിക്ക് എന്താണ് അവിടെ ഒരു കുന്ന് ഒരു തിട്ട മാത്രമേ കാണാൻ കഴിയുള്ളൂ അല്ലേ. തിട്ട എന്ന് പറഞ്ഞാൽ ചുമ്മാ വലിയ ലാർജ് സ്കെയിലിൽ കാണുന്ന ആൾക്കാരാണ് കേട്ടോ. അപ്പൊ എനിക്ക് എന്താണ് ഇത് ഇവിടെ ഒരു ഫോൾട്ടിങ് നടന്നിട്ടുണ്ടെന്നോ ഇവിടെ ഒരു വീക്ക് പ്ലെയിൻ ആണെന്നോ ഒന്നും എനിക്ക് മനസ്സിലാവില്ല. അപ്പൊ ഞാൻ എന്താണ് കാണുന്നത്, വളരെ ഷാർപ്പ് എഡ്ജിലുള്ള വളരെ സ്റ്റീപ്പ് സ്ലോപ്ഡ് ആയിട്ടുള്ള ഒരു സർഫസ് ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, കാണുന്നത്. അങ്ങനെ കാണുന്ന സർഫസിനെയാണ്, അതായത് മുകളിൽ വളരെ ഫ്ലാറ്റ് ആയിട്ടുള്ളതും എന്നാൽ വളരെ സ്റ്റീപ്പ് ആയിട്ടുള്ള ഒരു ഫേസോട് കൂടിയ ഒരു സർഫസിനെയാണ് നമ്മൾ എസ്കാർപ്മെന്റ് എന്ന് പറയുന്നത്. ഇനി എസ്കാർപ്മെന്റ് എങ്ങനെ ഉണ്ടാകുന്നത്, ഫോൾട്ടിങ് നടക്കുമ്പോഴാണ് എന്ത് ചെയ്യുന്നത്, പ്രധാനമായിട്ടും എസ്കാർപ്മെന്റുകൾ ഉണ്ടാകുന്നത്. അപ്പൊ നമ്മൾ വെസ്റ്റേൺ ഗാട്സിന്റെ ഒറിജിനലി പഠിച്ചിട്ടുണ്ടല്ലേ, ഗോണ്ട്വാന ടൈം പീരീഡിലെ ഗോണ്ട്വാന ലാൻഡ് ബ്രേക്ക് ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്തിട്ടുണ്ട്, നമുക്കിങ്ങനെ ഫോൾട്ടിങ് ഒക്കെ നടന്നിട്ടുണ്ടായിരുന്നു എന്ന് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, പഠിച്ചിട്ടുണ്ടല്ലേ. അപ്പൊ ആ ടൈമിൽ അങ്ങനെ ഫോൾട്ടിങ് നടന്ന് ഉണ്ടായ ഒരു പർവ്വതമാണ്, അല്ലെങ്കിൽ മൗണ്ടെയിൻ റേഞ്ച് ആണ് നമ്മുടെ വെസ്റ്റേൺ ഗാട്സ്. നമുക്ക് എന്ത് ചെയ്തിട്ടുണ്ട്, നമുക്കറിയാം. അപ്പൊ ഈ ഒരു സ്റ്റേറ്റ്മെന്റ് ഇവിടെ ഇങ്ങനെ നിൽക്കട്ടെ. നാലാമത്തത് നോക്കാം. നാലാമത്തെ സ്റ്റേറ്റ്മെന്റ് നോക്കാം. അപ്പൊ ഇവിടെ നമുക്കൊരു ഡൗട്ട് ഉണ്ട് അല്ലേ. ഇനി നാലാമത്തെ സ്റ്റേറ്റ്മെന്റ് നോക്കടാ. വെസ്റ്റേൺ ഗാട്ട് ഈസ് കമ്പോസ്ഡ് ഓഫ് സെഡിമെന്ററി റോക്സ്. അല്ലേ, വെസ്റ്റേൺ ഗാട്സ് കംപ്ലീറ്റ്ലി മെറ്റാമോർഫോസ്ഡ് ആണ്, മെറ്റാമോർഫിക് റോക്സ് ആണ് അവിടെ കൂടുതലായിട്ടും വരുന്നത്. മെറ്റാമോർഫിക് റോക്സ് ആണ്, എൻറ്റയർലി കമ്പോസ്ഡ് ഓഫ് മെറ്റാമോർഫിക് റോക്സ് നമുക്ക് വേണമെങ്കിൽ പറയാൻ പറ്റും. കായാന്തര ശിലകൾ കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ള ഒരു ഏരിയ ആണ് കൂടുതലായിട്ടും വെസ്റ്റേൺ ഗാട്സ് എന്ന് പറയുന്നത്. സോ നമുക്ക് എന്ത് ചെയ്യാം, എ ബി ഡി ഈ 3 സ്റ്റേറ്റ്മെന്റുകളും എലിമിനേറ്റ് ചെയ്യാം. ഈ 3 സ്റ്റേറ്റ്മെന്റുകൾ എലിമിനേറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ 3 സ്റ്റേറ്റ്മെന്റിന്റെ കൂടെ വെസ്റ്റേൺ ഗാട്സ് മാറി ഹിമാലയൻസ് എന്നുള്ള പേരാണ് വന്നിട്ടുണ്ടായിരുന്നെങ്കിൽ ഇവർ 3 പേരും ശരിയാണ്. നമ്മുടെ ഹിമാലയാസ് എന്ന് പറയുന്നത് സെഡിമെന്റ് റോക്ക് കൊണ്ട് കമ്പോസ് ചെയ്തിട്ടുള്ള ഒരു ഏരിയ ആണ് കൂടുതലായിട്ടും. ഫോംഡ് ഇൻ ടെറിഷറി പീരീഡ് ആണ്, യങ് ഫോൾഡ് മൗണ്ടൻ ആണ്. ഇത് 3ഉം വെസ്റ്റേൺ ഗാട്സിലല്ല വരുന്നത്, പകരം ആർക്കാണ് വരുന്നത്, ഹിമാലയാസിനാണ് വരുന്നതെന്ന് എന്ത് ചെയ്യുക, ഓർത്തിരിക്കുക. ഇനി നമ്മുടെ സി സ്റ്റേറ്റ്മെന്റ് സി അഥവാ വെസ്റ്റേൺ ഗാട്ട് ഈസ് ആൻ എസ്കാർപ്മെന്റ് എന്ന് പറയുന്നത് കറക്റ്റ് ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. സോ ദ ആൻസർ ഈസ് ഓപ്ഷൻ സി. ഓപ്ഷൻ സി ആണ് നമ്മുടെ ആൻസർ. എങ്ങനെയാണ് ഓപ്ഷൻ സി ആയെന്ന് മനസ്സിലായല്ലോ? ഓക്കെ അല്ലേ? ഡൗട്ട്സ് ഉണ്ടോ? എന്തുകൊണ്ട് ഓപ്ഷൻ സി ആയി എന്ന് മനസ്സിലായല്ലോ? എന്തുകൊണ്ട് ഓപ്ഷൻ സി ആയി എന്ന് മനസ്സിലായി. ബാക്കി 3 സ്റ്റേറ്റ്മെന്റുകളും പറഞ്ഞിരിക്കുന്നത് ആരെയാണെന്ന് നമുക്ക് എന്ത് ചെയ്തു, മനസ്സിലായിട്ടുണ്ട്. ബാക്കി 3 സ്റ്റേറ്റ്മെന്റും ഹിമാലയാസിനെയാണ് എന്ത് ചെയ്യുന്നത്, പറയുന്നത്. ഓക്കെ, ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്, താഴെ പറയുന്നവയിൽ താഴെ പറയുന്നവയിൽ ഡ്രംലിനുകളെ പറ്റിയാണ് എന്ത് ചെയ്യുന്നത്, നമ്മുടെ അടുത്ത് ചോദിച്ചിട്ടുള്ളത്. ഡ്രംലിനുകളെ പറ്റിയുള്ള കറക്റ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഡ്രംലിനുകൾ എന്താണെന്ന് പറയുന്ന സ്റ്റേറ്റ്മെന്റ് ഏതെന്ന് നമ്മുടെ അടുത്ത് ചൂസ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. നിങ്ങൾക്ക് എന്ത് ചെയ്യാം, കമന്റിൽ ഇടാൻ കേട്ടോ, ഏതാണ് നിങ്ങൾ ചൂസ് ചെയ്യുന്നതെന്ന് കമന്റിൽ ഇടാൻ കേട്ടോ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ആൻസർ ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഡ്രംലിൻസ് അല്ലേ, നമുക്ക് അപ്പോൾ ഈ ഡ്രംലിൻ എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലായി അല്ലേ, നമ്മുടെ മോർഫോളജിയുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ് അല്ലേ. നമ്മുടെ വിവിധ തരത്തിലുള്ള ഭൂരൂപങ്ങളെ പറ്റി ബന്ധപ്പെട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് ഇവിടെ വന്നിട്ടുള്ളത്. അപ്പൊ നമ്മൾ പ്രധാനമായിട്ടും ഏതൊക്കെയാണ്, റിവർ കൊണ്ടുള്ളത് പറഞ്ഞു, ഗ്ലേഷ്യർ കൊണ്ടുള്ളത് പറഞ്ഞു. ഇനി നെക്സ്റ്റ് ഏതാണ്, റിവർ, ഗ്ലേഷ്യർ, വിൻഡ് കൊണ്ടുള്ളത് പറഞ്ഞു. ദെൻ ഗ്രൗണ്ട് വാട്ടർ കൊണ്ടുള്ള ആൾക്കാരെ പറ്റി പറഞ്ഞു അല്ലേ. അപ്പൊ നമ്മൾ പ്രധാനമായിട്ടും എന്ത് ചെയ്തിട്ടുള്ള പഠിച്ചിട്ടുള്ള ആൾക്കാർ എന്ന് പറയുന്നത് ഇവരൊക്കെയാണ്, റിവർ, ഗ്ലേഷ്യർ, വിൻഡ്, ഗ്രൗണ്ട് വാട്ടർ. അപ്പൊ ഈ 4 ആൾക്കാർ കാരണം ഉണ്ടാകുന്ന പ്രധാനപ്പെട്ട ഭൂരൂപങ്ങളെ പറ്റിയാണ് നമ്മൾ എന്ത് ചെയ്തത്, കൂടുതലായിട്ടും ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഫസ്റ്റ് വൺ നദികളുടെ അടിത്തട്ടിലെ പാറക്കെട്ടുകളാണോ ഡ്രംലിൻ എന്നാണ് നമ്മുടെ അടുത്ത് എന്ത് ചെയ്തിട്ടുള്ളത്, ചോദിച്ചിട്ടുള്ളത്. അല്ലല്ലേ, നദികളിലെ അടിത്തട്ടിലെ പാറക്കെട്ടുകളെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഡ്രംലിൻസ് ഒന്നും എന്ത് ചെയ്തില്ല, പറഞ്ഞിട്ടില്ല. ഇൻഫാക്ട് എന്ത് ചെയ്യുന്നില്ല, നമ്മൾ നദികളിലെ അടിത്തട്ടിലെ പാറക്കെട്ടുകൾക്ക് അങ്ങനെ പേരൊന്നും പറയുന്നില്ല അല്ലേ. അതിനകത്ത് എന്തെങ്കിലും രൂപങ്ങളൊക്കെ വരുന്ന സമയം നമ്മൾ എന്ത് ചെയ്യുന്നു, പോട്ട് ഹോൾസ് എന്നോ അല്ലെങ്കിൽ അവിടെ ഇറോഷൻ നടക്കുമ്പോഴത്തേക്ക് റാപ്പിഡ്സ് എന്നാണ് ഇങ്ങനെ സ്റ്റെപ്പ് ആയിട്ടിരിക്കുന്ന വാട്ടർഫോൾസ് അല്ലെങ്കിൽ സ്റ്റെപ്പ് ആയിട്ടിരിക്കുന്ന വാട്ടർഫോൾസ്, അതിനാണ് റാപ്പിഡ്സ് എന്ന് പറയുന്നത്. പിന്നെ വാട്ടർഫോൾസിനെ പറ്റി നമ്മൾ എന്ത് ചെയ്തു, പഠിച്ചു. ഇനി വാട്ടർഫോളിന്റെ വാട്ടർഫോൾസിനെ നമ്മൾ പഠിച്ചു. അതുപോലെ തന്നെ മിയാണ്ടറുകളെ പറ്റി നമ്മൾ പഠിച്ചു. ഓക്സ്ബോ ലേക്ക്, ഇതൊക്കെയാണ് എന്ത് ചെയ്യുന്നത്, പ്രധാനമായിട്ടും റിവറുമായി നമ്മൾ ബന്ധപ്പെട്ട് നമ്മൾ പഠിച്ചിട്ടുള്ള പ്രധാനപ്പെട്ട ആൾക്കാർ എന്ന് പറയുന്നത് ഇതൊക്കെയാണ്. മിയാൻഡേഴ്സ്, ഓക്സ്ബോ ലേക്കുകൾ, വാട്ടർഫോൾസ്, റാപ്പിഡ്സ്,
ഇങ്ങനെയുള്ള ആൾക്കാരെയൊക്കെയാണ് നമ്മൾ കൂടുതലായിട്ടും പഠിച്ചത്. അതിനകത്ത് ഡ്രംലിൻ എന്നൊരു പേര് എന്ത് ചെയ്തില്ല, നമ്മൾ പഠിച്ചിട്ടില്ല. ഓക്കെ, നെക്സ്റ്റ് എന്താണ്, കാറ്റിന്റെ ഫലമായി രൂപപ്പെട്ട മണൽക്കൂനകൾ അല്ലേ, സാൻഡ് ഡ്യൂൺസ് അല്ലേ, സാൻഡ് ഡ്യൂൺസ് ആണ് എന്ത് ചെയ്യുന്നത് പറയുന്നത് അല്ലേ, സാൻഡ് ഡ്യൂൺസ് എന്താണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്, പെരാബോളിക് പഠിച്ചിട്ടുണ്ട്, പെരാബോളിക് സാൻഡ് ഡ്യൂൺസിന് പഠിച്ചിട്ടുണ്ട്, ബെർച്ചൻസ് പഠിച്ചിട്ടുണ്ട്, ചന്ദ്രക്കലയുടെ ഷേപ്പിലിരിക്കുന്ന ബെർച്ചൻസിനെ പറ്റി പറഞ്ഞിട്ടുണ്ട്. ഇനി എന്താണ് ലോഞ്ചിറ്റ്യൂഡിനൽ എന്താണ് സാൻഡ് ഡ്യൂൺസിനെ പറ്റി പഠിച്ചിട്ടുണ്ട്. അപ്പൊ ഇതൊന്നും എന്ത് ചെയ്യും, ഡ്രംലിൻ എന്നുള്ള പേരുമായിട്ട് എന്ത് ചെയ്യുന്നില്ല, വരുന്നില്ല അല്ലേ. ഇതൊക്കെ ഈ മണൽക്കൂനുകൾക്ക് നമ്മൾ എന്ത് ചെയ്തു, സാൻഡ് ഡ്യൂൺസ് ആണെന്ന് അറിയാം. അവരെന്താണ് ബെർച്ചൻസിനെ പറ്റി, ചന്ദ്രക്കലയുടെ ഷേപ്പിലിരിക്കുന്ന പെരാബോളിക്, എന്താണ് ഓപ്പോസിറ്റ് ഷേപ്പിലുള്ളതല്ലേ. ബെർച്ചൻസ് ഇങ്ങനെയാണ് ഇരിക്കുന്നതെന്നുണ്ടെങ്കിൽ എന്താണ് പാരാബോളിക് ഡ്യൂൺസ് ഇങ്ങനെയാണ് ഇരിക്കുന്നത്. അത്രയും വ്യത്യാസം മാത്രമേ ഉള്ളൂ, അത്രയും ചന്ദ്രക്കല കാണില്ല. ദെൻ ലോഞ്ചിറ്റ്യൂഡിനൽ ട്രാൻസ്വേഴ്സ് ഡ്യൂൺസ് എന്നൊക്കെ എന്താണെന്ന് പഠിച്ചു. അപ്പൊ ഇതിനകത്തൊന്നും വരുന്നില്ല ഡ്രംലിൻസ്. ദെൻ അടുത്തെന്താണ്, നദീതീരത്തെ എക്കൽ നിക്ഷേപങ്ങൾ അല്ലെ, അത് അലൂവിയൽ ഫാൻസ് ആണ് അല്ലെ. അലൂവിയൽ ഫാൻസ്, ലെവീസ് എന്നൊക്കെ പറയുന്ന ആൾക്കാരാണ് എന്ത് ചെയ്യുന്നത്, നമ്മുടെ നദീതീരത്തുള്ള പ്രധാനപ്പെട്ട എക്കൽ നിക്ഷേപങ്ങൾ അല്ലെ, എക്കൽ നിക്ഷേപങ്ങൾ. അപ്പൊ അതും ഡ്രംലിൻ അല്ല. അപ്പൊ അടുത്തതായിട്ട് വരുന്നതാണ് ആര്, ഹിമാനികളുടെ നിക്ഷേപണത്തിൽ രൂപമാകുന്ന കുന്നുകൾ. അപ്പൊ ഹിമാനികൾ എന്ന് പറയുന്നത് ഗ്ലേഷ്യർ. അപ്പൊ ഗ്ലേഷ്യറുമായി ബന്ധപ്പെട്ടിരിക്കുന്ന എന്താണ് ഒരു ലാൻഡ് ഫോം ആണ് ഏത്, ഡ്രംലിൻ എന്നെന്ത് ചെയ്യുക, മനസ്സിലാക്കുക. അപ്പൊ എന്താണ്, നമുക്ക് ഇത് വേറെ ഓപ്ഷൻ ഒന്നും ഇല്ല, നമുക്ക് എന്ത് ചെയ്യണം, അറിഞ്ഞിരിക്കണം. അല്ലാതെ നമുക്ക് ഇവിടെ എലിമിനേഷൻ ടെക്നിക്കൊന്നും എന്ത് ചെയ്യാൻ പറ്റൂല, യൂസ് ചെയ്യാൻ പറ്റൂല. ഇത് ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ഡ്രംലിൻ എന്താണെന്ന് അറിഞ്ഞില്ല എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാൻ കഴിയൂല, നമുക്കത് ഈ ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാൻ കഴിയൂല. ഇവിടെ ആൻസർ എന്താണ്, ഡി ആണ്. ആരൊക്കെ പറഞ്ഞിട്ടുണ്ട് ഡി എന്ന്, സി അല്ലല്ലോ, ഡി. യെസ്, കുറച്ചുപേര് ഡി പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഡി ആണ് ആൻസർ, ഗ്ലേഷ്യറുമായി ബന്ധപ്പെട്ടതാണ്. പിന്നെ ഗ്ലേഷ്യറുമായി ബന്ധപ്പെട്ടിട്ട് നമുക്ക് വേറെ എന്തൊക്കെ അറിയാം, ഡ്രംലിൻസിന് പറഞ്ഞു, എസ്കേഴ്സ് എന്താണ് ഹിമാനികളുമായിട്ട് അല്ലെങ്കിൽ ഗ്ലേഷ്യറുമായി ബന്ധപ്പെട്ടുള്ളതാണ്. ഇറാറ്റിക്സ് എന്ന് പറഞ്ഞാൽ എവിടെന്നെങ്കിലും കൊണ്ടുവയ്ക്കുന്ന ഒരു എന്താണ് വലിയൊരു കല്ല്, പാറക്കല്ലിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഇറാറ്റിക്സ് എന്ന് പറയുന്നത്. പിന്നെന്താണ്, ഔട്ട് വാഷ് പ്ലെയിൻ അല്ലേ, ഔട്ട് വാഷ് പ്ലെയിൻസ് ഇത് അല്ലേ. ഇനി നമുക്കറിയാം വെറൈറ്റി പേരുകളാണ്, സിർക്ക് അല്ലേ, അരീറ്റ്, ഹോൺ. ഇതൊക്കെ എന്താണ് പ്രധാനമായിട്ടുള്ള ഹിമാനികൾ ഉണ്ടാക്കുന്ന പ്രധാനപ്പെട്ട എന്താണ് ലാൻഡ് ഫോംസിന്റെ പേരുകളാണ്. ഇവരൊക്കെ എന്താണ് ഇറോഷൻ ലാൻഡ് ഫോംസും ഇവർ മൂന്നുപേരും ഡിപ്പോസിഷൻ ലാൻഡ് ഫോംസ് ആണ്. വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് നമുക്ക് നോട്ട് തന്നിട്ടുണ്ട്. അപ്പൊ എന്ത് ചെയ്യുക, അത് നോക്കുക. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്, ചോദിക്കുന്നുണ്ട് എന്ന് ഓർത്തിട്ട് എന്ത് ചെയ്യുക, നന്നായിട്ട് ഈ പേരുകൾ പഠിച്ചു വെക്കുക. ഇവിടെ നമുക്കൊരു എന്താണ് ഒരു ഷോർട്ട് കട്ടോ എലിമിനേഷൻ ടെക്നിക്കോ ഒന്നുമില്ല. ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ നമുക്ക് സാധനം അറിയാമെങ്കിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയുള്ളൂ. ഇത് ഒരു ഡൗട്ടിന്റെ പുറത്തൊന്നും എന്ത് ചെയ്യരുത്, അറ്റംപ്റ്റ് കൊടുക്കരുത്. ചിലപ്പോൾ എന്ത് ചെയ്യുക, നെഗറ്റീവ് ആകാനുള്ള സാധ്യത ഉണ്ട്. സോ എന്ത് ചെയ്യുക, അറിയാമെന്നുള്ള ക്വസ്റ്റ്യൻസിന് മാത്രം എന്ത് ചെയ്യുക, കൊടുക്കുക. ഇനിയിപ്പോൾ നിങ്ങൾക്ക് എന്താണ് ഇവിടെ എന്താണ് നമുക്ക് ഹിമാനികളുടെ അല്ലെങ്കിൽ ഗ്ലേഷ്യറിന്റെ അറിഞ്ഞൂടെങ്കിലും നദികളുടെയും കാറ്റിന്റെയും വിൻഡിന്റെയും റിവേഴ്സിന്റെയും കറക്റ്റായിട്ട് എല്ലാം നമുക്ക് അറിയാമെന്നുണ്ടെങ്കിലും എന്ത് ചെയ്യാം, ഈ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് എന്ത് ചെയ്യാം, ആൻസർ ട്രൈ ചെയ്യാം. ഓക്കെ അല്ലേ, ക്ലിയർ അല്ലേ, ഓക്കെ അല്ലേ. ഗ്ലേഷ്യറുമായിട്ട് അപ്പോൾ എന്താണ് നോട്ട് എടുത്തിട്ട് നന്നായിട്ട് അതിൽ മാക്സിമം സാധനങ്ങൾ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട്, അത് നന്നായിട്ട് എന്ത് ചെയ്യുക, നോക്കുക. ഓക്കെ, അപ്പോൾ ആ ക്ലാസ് നോക്കിയാൽ മതി കേട്ടോ. ആ ഒരു നമ്മുടെ ഗ്ലേഷ്യറിനെ പറ്റി ലാൻഡ് ഫോംസിനെ പറ്റി പറയുന്ന ക്ലാസ് എടുത്തിട്ട് അത് നന്നായിട്ട് എന്ത് ചെയ്യുക, കേട്ട് പഠിക്കുക. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, എന്തായാലും ഉറപ്പായിട്ട് നമുക്കത് ചെയ്യാൻ പറ്റും, വലിയ പാടുള്ള കേസൊന്നും അല്ല. ഓക്കെ, ഇത് ഡ്രംലിൻസ് ചോദിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ എന്താണ് നമ്മുടെ ഗ്രൗണ്ട് വാട്ടറിന്റെ എന്താണ് പോൾജെ ലേക്സ് ഗ്രൗണ്ട് വാട്ടറുമായി ബന്ധപ്പെട്ടതാണ്. അതെന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, ഇതുപോലൊരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യന് പോൾജെ ലേക്സിനെ പറ്റി ചോദിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ റീസെന്റ് ആയിട്ട് കഴിഞ്ഞിട്ടുള്ള ഒരു എന്താണ് എക്സാമിന് സിങ്ക് ഹോൾസ്, അതും എന്താണ് ഗ്രൗണ്ട് വാട്ടറുമായി ബന്ധപ്പെട്ടുള്ളതാണ്. അപ്പൊ ഇങ്ങനെയൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, ചോദിക്കുന്നുണ്ട്. സോ എന്ത് ചെയ്യാതെ വിട്ട് കളയരുത്, പഠിക്കണം. ഓക്കെ, അപ്പോൾ ആ ലാൻഡ് ഫോംസ് നിങ്ങൾ എന്താ ഒരു വട്ടം ഒന്ന് വായിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കത് ഓർത്തിരിക്കാൻ പറ്റും. ഓക്കെ, അറ്റ്ലീസ്റ്റ് കണ്ടാലെങ്കിലും മനസ്സിലാവുന്ന രീതിയിലെങ്കിലും ഒന്ന്, കാണാപ്പാടൊന്നും പഠിച്ചില്ലെങ്കിലും കണ്ടാൽ മനസ്സിലാവുന്ന രീതിയിൽ എന്ത് ചെയ്യുക, ഒന്ന് പഠിച്ചു വച്ചിരിക്കുന്നത് നിങ്ങൾക്ക് ഉപകാരപ്പെടും. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്മുടെ എന്താണ്
ലോഞ്ചിറ്റ്യൂഡുകളുമായിട്ട് അല്ലെ, ലോഞ്ചിറ്റ്യൂഡുമായി ബന്ധപ്പെട്ട് ലാറ്റിറ്റ്യൂഡ്സിനെയും ലോഞ്ചിറ്റ്യൂഡ്സിനെയും പറ്റി എന്താണ് അതുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. നമ്മുടെ ക്വസ്റ്റ്യൻ എന്താണ്? 0° രേഖാംശ രേഖയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഏതൊക്കെ? സ്റ്റേറ്റ്മെന്റിൽ ഇതാണ് ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്സ് ഏതൊക്കെയെന്ന് നോക്കാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞിട്ടുള്ളത്. നമ്മുടെ എന്താണ് 0° രേഖാംശ രേഖ അല്ലെ, 0° ലോഞ്ചിറ്റ്യൂഡ്, ലോഞ്ചിറ്റ്യൂഡിനെ പറ്റിയാണ് എന്ത് ചെയ്യുന്നത് നമ്മുടെ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്. 0° ലോഞ്ചിറ്റ്യൂഡ് ഇത് 10th ലെവൽ പ്രിലിമിനറിയുടെ 10th ലെവൽ മെയിൻസ് എക്സാമിന്റെ കേട്ടോ, മെയിൻസിന്റെ ഒരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. നമ്മുടെ 2022 ഉണ്ടായിരുന്ന നമ്മുടെ 10th ലെവൽ മെയിൻസുമായി ബന്ധപ്പെട്ട് ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇതെന്ത് ചെയ്യുക, ഓർത്തിരിക്കുക. അപ്പൊ നമ്മുടെ എന്താണ് ആദ്യത്തെ സ്റ്റേറ്റ്മെന്റ് എന്താണ്? ഭൂമധ്യരേഖ എന്ന് വിളിക്കപ്പെടുന്നു. അപ്പൊ നമ്മൾ എന്താണ് ലോഞ്ചിറ്റ്യൂഡ് ആണ് ചോദിച്ചിട്ടുള്ളത്. 0° രേഖാംശ രേഖയുമായി ബന്ധപ്പെട്ടുള്ള ശരിയായിട്ടുള്ള പ്രസ്താവനകൾ ഏതൊക്കെ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. 0° രേഖാംശ രേഖയെ നമ്മൾ ഭൂമധ്യരേഖ എന്നാണോ വിളിക്കുന്നത്? അല്ല അല്ലേ. 0° രേഖാംശ രേഖയെ നമ്മൾ എന്താണ് വിളിക്കുന്നത്? ഗ്രീനിച്ച് രേഖാംശം, ഗ്രീനിച്ച് രേഖ എന്നാണ് എന്ത് ചെയ്യുന്നത് അറിയപ്പെടുന്നത് അല്ലെ. ഇനി ഭൂമധ്യരേഖ ഏതാണ്? 0° ലോഞ്ചിറ്റ്യൂഡ് അല്ല, 0° ലാറ്റിറ്റ്യൂഡിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഭൂമധ്യരേഖ അല്ലെങ്കിൽ ഇക്വറ്റോറിയൽ ലൈൻ എന്ന് വിളിക്കുന്നത്. 0° ലാറ്റിറ്റ്യൂഡിനെയാണ്, ലോഞ്ചിറ്റ്യൂഡിനെ അല്ല. അപ്പൊ നമുക്ക് ഈസി ആയിട്ട് ഒന്ന് എന്ത് ചെയ്യാം, എലിമിനേറ്റ് ചെയ്യാം. ഒന്ന് എലിമിനേറ്റ് ചെയ്യുമ്പോൾ നോക്കടാ, ഇവിടെ നോക്ക്, നമ്മൾ ബാക്കിയുള്ളത് വായിക്കണ്ട. അതിന് മുന്നേ നമ്മുടെ ഓപ്ഷനിലേക്ക് നോക്കുമ്പോൾ ഇവിടെ ഒന്നുണ്ട്, ഇവിടെ ഒന്നുണ്ട്, ഇവിടെ ഒന്നുണ്ട്. അപ്പൊ ഈസി ആയിട്ട് എയും ബിയും സിയും എലിമിനേറ്റ് ചെയ്യാം. ആൻസർ ഡിയിലേക്ക് എത്താം, ആൻസർ ഡിയിലേക്ക് എത്താം. ഇനി നമ്മൾ എന്താണ് ജസ്റ്റ് ഇതും കൂടെ നോക്കാം. നമുക്ക് അന്താരാഷ്ട്ര ദിനാങ്ക രേഖ അല്ലല്ലേ, അത് 180° ആണ് അല്ലേ. 180° ലോഞ്ചിറ്റ്യൂഡിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഇന്റർനാഷണൽ ഡേ ലൈൻ അല്ലെങ്കിൽ ഡേറ്റ് ലൈൻ അല്ലെങ്കിൽ അന്താരാഷ്ട്ര ദിനാങ്ക രേഖ എന്ന് വിളിക്കുന്നതെന്ന് പറഞ്ഞു. ഇനി പ്രൈം മെറിഡിയൻ അല്ലേ, പ്രൈം മെറിഡിയൻ എന്ന് വിളിക്കുന്നതും എന്താണ് 0° ലോഞ്ചിറ്റ്യൂഡ് ആണ്. അപ്പോൾ 2ഉം 4ഉം ആണ് ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്. നമ്മുടെ ആൻസർ ഏതാണ്? നമ്മുടെ ആൻസർ ഓപ്ഷൻ ഡി ആണ്. എത്ര പേര് പറഞ്ഞു ഡി ആണെന്ന്? എത്ര പേര് പറഞ്ഞു? യെസ്, ഡി. എല്ലാവരും ഡി ആണ് പറയുന്നത്. കറക്റ്റ് ആണ്. ഗ്രീനിച്ച് രേഖാംശമെന്നും പ്രൈം മെറിഡിയൻ എന്നും വിളിക്കുന്നത് ആരെയാണ്? 0° രേഖാംശ രേഖയാണ് അല്ലേ, 0° രേഖാംശ രേഖയാണ്. ഇനി എന്താണ് രേഖാംശ രേഖ എന്ന് പറയുന്നത്? എന്താണ് രേഖാംശ രേഖ? നമ്മുടെ നോർത്ത് പോളിൽ നിന്നും സൗത്ത് പോളിലേക്ക് അല്ലെ, നമ്മുടെ ഭൂമിയുടെ നോർത്ത് പോളിൽ നിന്നും സൗത്ത് പോളിലേക്ക് എന്ത് ചെയ്യുന്ന വരയ്ക്കുന്ന അല്ലെ, നമ്മൾ വരയ്ക്കുന്ന സാങ്കല്പിക രേഖകളെയാണ് നമ്മൾ എന്ത് പറയുന്നത്? രേഖാംശ രേഖകൾ അഥവാ ലോഞ്ചിറ്റ്യൂഡുകൾ എന്ന് പറയുന്നത്. ലോഞ്ചിറ്റ്യൂഡിന്റെ പ്രത്യേകത എന്താണ്? നമ്മൾ 0 മുതൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമ്മുടെ മൊത്തം എന്ത് ചെയ്യാണ്, നമ്മുടെ മൊത്തം ഭൂമിയെ 360 ഈക്വൽ ഓരോ ഡിഗ്രി വെച്ച് 360 ആയിട്ട് തിരിച്ചിട്ടുണ്ട് അല്ലേ. അപ്പൊ ആ 360 രേഖകൾ എടുത്തു കഴിഞ്ഞാൽ അല്ലെ, 0 മുതൽ 360 വരെയുള്ള രേഖകൾ, 360 ഇല്ല, അത് വീണ്ടും വന്ന് 0-ലാണല്ലേ നിൽക്കുന്നത്. ഇനി എത്ര രേഖകൾ എടുത്ത് ആരെയൊക്കെ നോക്കിക്കഴിഞ്ഞാലും എല്ലാവരും എന്താണ് ഈക്വൽ ആയിട്ടുള്ള ഡിസ്റ്റൻസ് ആണല്ലേ കവർ ചെയ്യുന്നത്. എല്ലാവരും ഈക്വൽ ആയിട്ടുള്ള ഡിസ്റ്റൻസ് ആണ് കവർ ചെയ്യുന്നത്. ഇനി അത് നോർത്ത് പോളിലും സൗത്ത് പോളിലും എല്ലാവരും വന്ന് എന്ത് ചെയ്യും? ജോയിൻ ചെയ്യും അല്ലെ, എല്ലാവരും വന്ന് ജോയിൻ ചെയ്യും. അപ്പൊ ഇവർക്കിടയിലുള്ള എന്താണ് ഇൻഡിവിജ്വൽ ഡിസ്റ്റൻസ് എന്ത് ചെയ്യും? കുറയും. പോളുകളിലേക്ക് പോകും തോറും കുറയും. ഇനി ഏറ്റവും കൂടുതൽ ഡിസ്റ്റൻസ് വരുന്ന എവിടെയാണ്? നമ്മുടെ ഇക്വറ്റോറിയൽ റീജിയനിലാണ്. ഇക്വറ്റോറിയൽ റീജിയനിൽ എന്ത് ചെയ്യും? ഇവർ തമ്മിലുള്ള ഡിസ്റ്റൻസ് ഏറ്റവും കൂടുതലായിരിക്കും. ഇനി നമ്മൾ പ്രധാനമായിട്ടും എന്താണ് 2 രേഖകളെ പറ്റി നമ്മൾ അറിഞ്ഞിരിക്കണം. എന്താണ് 0°യും 180°യും. അപ്പോൾ എന്താണ് ഈ 0° 180°? ഇനി നമ്മുടെ ഇത് 0°, 180°യും പറയുന്നതിന് മുന്നേ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, നമ്മൾ ഏത് 2 എന്താണ് ഓപ്പോസിറ്റിൽ നിൽക്കുന്ന അല്ലേ, ഇപ്പൊ 0യും 180യും ഓപ്പോസിറ്റ് ആണ് നിൽക്കുന്നത്. ഇനി അവരെ നമ്മൾ വരച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അവരെ രണ്ടുപേരെയും എന്താണ് കമ്പൈൻ ചെയ്ത് വരച്ചു കഴിഞ്ഞാൽ നമുക്കൊരു സർക്കിൾ ആയിരിക്കും എന്ത് ചെയ്യുന്നത് ഈ ഒരു കേസിൽ കിട്ടുന്നതല്ലേ. അപ്പൊ അങ്ങനെ ഒരു സർക്കിൾ, 2 കോംപ്ലിമെന്ററി ആയി നിൽക്കുന്ന ലോഞ്ചിറ്റ്യൂഡുകളെ നമ്മൾ എടുത്ത് വരച്ചു കഴിയുമ്പോഴത്തേക്ക് നമുക്കൊരു സർക്കിൾ കിട്ടുന്ന ഒരു സർക്കിൾ ആയിരിക്കും കിട്ടുന്നത്. ഇതിലെന്താണ് ഇനി നമ്മൾ 360 ആയിട്ട് ഡിവൈഡ് ചെയ്യാന്ന് പറഞ്ഞാൽ, ഇനി നമ്മൾ 360 ആയിട്ട് ഇത് എവിടെയാണ് തുടങ്ങുന്നതെന്ന് എങ്ങനെ അറിയും? അപ്പോൾ നമുക്ക് അന്നത്തെ എന്താണ് ട്രാവലിങ്ങും എല്ലാത്തിനും വേണ്ടിയിട്ടല്ലേ ഇത് പറയുന്ന സമയത്ത് 1882-ലൊക്കെയാണ് ശരിക്കും പറഞ്ഞാൽ നമ്മൾ ടൈം എന്നൊക്കെ പറയുന്ന കോൺസെപ്റ്റിലേക്കൊക്കെ എന്ത് ചെയ്യുന്നത്, ശരിക്കും പറഞ്ഞാൽ ഈ ഒരു രേഖയുമായി ബന്ധപ്പെട്ട് നമ്മൾ ടൈം പറയാൻ വേണ്ടി തുടങ്ങുന്നത്. അപ്പൊ അങ്ങനെയുള്ള കേസിൽ എന്താണ് വളരെ ലോകത്തിന്റെ തന്നെ എല്ലാ മേഖലകളിലും കോളനികൾ ഉണ്ടായിരുന്ന ബ്രിട്ടന്റെ എന്താണ് ആധിപത്യം ഉണ്ടായിരുന്ന സമയമാണ്. അതുകൊണ്ട് തന്നെ ബ്രിട്ടനിലൂടെ കടന്നു പോകുന്ന
ഗ്രീൻവിച്ച് റോയൽ ഒബ്സർവേറ്ററിയിലൂടെ കടന്നു പോകുന്ന എന്താണ് ലോഞ്ചിറ്റ്യൂഡിനെ നമ്മൾ എന്ത് ചെയ്തു പ്രൈം മെറിഡിയൻ ആയിട്ട് 0 ഡിഗ്രി ആയിട്ട് സെറ്റ് ചെയ്ത് വെച്ചു. ഇനി അവിടെ നിന്ന് ഈസ്റ്റിലേക്ക് എന്താണ് 180 ഡിഗ്രി, വെസ്റ്റിലേക്ക് 180 ഡിഗ്രി. ഇനി ഈസ്റ്റിലേക്ക് നമുക്കറിയാലോ ഇന്ത്യയുടെ പൊസിഷൻ ഈസ്റ്റിലോട്ടാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ എന്താണ് പ്രൈം നമ്മുടെ ഈ ലോഞ്ചിറ്റ്യൂഡ് പറയുമ്പോൾ എന്താണ് ഈസ്റ്റിലേക്ക് പോകുമ്പോൾ അതിൻ്റെ കൂടെ എന്താണ് 180 ഡിഗ്രി വരെ ഈസ്റ്റ് എന്ന് പറയും. വെസ്റ്റിലേക്കാണ് പോകണമെന്നുണ്ടെങ്കിൽ വെസ്റ്റ് എന്നുള്ള രീതിയിൽ കൊടുക്കും. അപ്പോൾ 0-ൽ നിന്ന് 1-ലേക്ക് പോകുമ്പോൾ 1 ഡിഗ്രി ഈസ്റ്റ് അല്ലെങ്കിൽ വെസ്റ്റ് എന്ന് കറക്റ്റായിട്ട് ഡയറക്ഷൻ സ്പെസിഫിക് ആയിട്ട് പറയണം. അതുപോലെ തന്നെ ടൈം എന്ന് പറയുന്ന കോൺസെപ്റ്റുമായി ബന്ധപ്പെട്ട് കിടക്കുന്നതും ഏത് തന്നെയാണ് നമ്മുടെ ഈ ഒരു ലോഞ്ചിറ്റ്യൂഡ്സ് ആണ്. അപ്പോൾ 1 ഡിഗ്രി മാറുമ്പോൾ 4 മിനിറ്റ് അല്ലേ, അങ്ങനെ 15 ഡിഗ്രി മാറുമ്പോൾ 1 മണിക്കൂർ, അങ്ങനെയാണെന്ത് കണക്ക്. അങ്ങനെ എന്ത് ചെയ്യും മൊത്തം 360 ഡിഗ്രി കറങ്ങി വരുമ്പോൾ അല്ലെങ്കിൽ 2 സൈഡിൽ കൂടെ കറങ്ങി വരുമ്പോൾ 24 hours കറക്റ്റായിട്ട് എന്ത് ചെയ്യും വരുന്നു, 24 hours വരുന്നു. ഇനി നമ്മുടെ പ്രൈം മെറിഡിയനിൽ നിന്ന് ഇന്ത്യയിലേക്ക് വരുന്ന സമയത്ത് 5.5 മണിക്കൂർ അല്ലെ, 5.5 മണിക്കൂറാണ് ഡിസ്റ്റൻസ് എന്ന് എന്ത് ചെയ്യുക ഓർത്തിരിക്കുക. അപ്പൊ ഇത്രയൊക്കെ കാര്യങ്ങളാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഈ മെറിഡിയൻസ് വെച്ചിട്ട് അല്ലെങ്കിൽ ലോഞ്ചിറ്റ്യൂഡിന്റെ കാര്യങ്ങളിൽ എന്ത് ചെയ്യേണ്ടത് അറിഞ്ഞിരിക്കേണ്ടത്. ഓക്കെ, ക്ലിയർ അല്ലേ? ഓക്കെ അല്ലേ? ഈ ലാറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത് എന്താണ് നമ്മുടെ എന്താണ് ഈസ്റ്റ് വെസ്റ്റ് ഡയറക്ഷനിൽ അല്ലെ, ഈസ്റ്റ് വെസ്റ്റ് ഡയറക്ഷനിൽ ഇത് നോർത്ത് സൗത്ത് ഡയറക്ഷൻ. ലോഞ്ചിറ്റ്യൂഡ് നോർത്ത് സൗത്ത് ആണെന്നുണ്ടെങ്കിൽ ലാറ്റിറ്റ്യൂഡ് ഈസ്റ്റ് വെസ്റ്റ് ഡയറക്ഷൻ റൺ ചെയ്യുന്ന പാരലൽ ആയിട്ടുള്ള ലൈൻസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത് ലാറ്റിറ്റ്യൂഡ്സ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അവരെ പാരലൽസ് എന്നും പറയാൻ പറ്റും. അതിലെന്താണ് 0 ഡിഗ്രി ഭൂമി എന്താണ് രണ്ടായിട്ട് എന്താണ് മാറ്റുന്ന ആള്, ഈ നടുക്കൂടെ കടന്നു പോകുന്ന ആള് നമ്മൾ എന്താണ് 0 ഡിഗ്രി ലാറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നു. അയാളെ നമ്മൾ എന്താണ് ഭൂമധ്യരേഖ അല്ലെങ്കിൽ ഇക്വറ്റോറിയൽ ലൈൻ എന്ന് വിളിക്കുന്നു. ഇനി ഇക്വറ്റോറിയൽ ആണ് ഏറ്റവും വലുത്. എന്താണ് നമ്മുടെ എന്താണ് പോൾസിലേക്ക് പോകും തോറും ഇവരുടെ വലിപ്പം എന്ത് ചെയ്യും കുറഞ്ഞു കുറഞ്ഞു കുറഞ്ഞ് വരും. അതുപോലെ തന്നെ നമുക്കറിയാലേ ഭൂമി ഒരു പെർഫെക്റ്റ് ആയിട്ടുള്ള സ്പിയർ ഷേപ്പിലല്ല ഇരിക്കുന്നത്, ഒരു ജിയോയിഡ് ഷേപ്പിലാണ്. പോൾസ് ഇത്തിരി വലുതായും അല്ല പരന്നും, എന്നാൽ ഇക്വറ്റോറിയൽ റീജിയൻ കുറച്ച് ബൾജ് ചെയ്തുമാണ് ഇരിക്കുന്നത്. അതുകൊണ്ട് തന്നെ എന്താണ് ഈ 2 ലാറ്റിറ്റ്യൂഡുകൾ തമ്മിലുള്ള ഡിസ്റ്റൻസ് മാക്സിമം ആകുന്നതെന്ന് പറയുന്നത് എവിടെയാണ്, മാക്സിമം എവിടെയാണ്? അത് നിങ്ങളുടെ ചോദിക്കുകയാണ് 2 ലാറ്റിറ്റ്യൂഡുകൾ തമ്മിലുള്ള ഡിസ്റ്റൻസ് മാക്സിമം ആവുന്നത് ഇക്വേറ്ററിലാണോ പോൾസിലാണോ എന്ന് എന്ത് ചെയ്യുക പറയുക. നോട്ട് എടുത്ത് എന്ത് ചെയ്യുക ഒന്ന് വായിച്ചു നോക്കണേ കേട്ടോ, നോട്ട് എടുത്ത് ഒന്ന് വായിച്ചു നോക്കണേ. അങ്ങനെയെങ്കിലും ഒന്ന് റിവിഷൻ ചെയ്യൂ. ഓക്കെ, നമ്മുടെ നോട്ട് എടുത്ത് ഒന്ന് എന്ത് ചെയ്യുക വായിച്ചു നോക്കി കൺഫേം ചെയ്യുക. കൺഫേം ചെയ്തിട്ട് ഇക്വേറ്ററിൽ റീജിയനിലാണോ പോളാർ റീജിയനിലാണോ നമ്മുടെ എന്താണ് ലാറ്റിറ്റ്യൂഡുകൾ തമ്മിലുള്ള ഡിസ്റ്റൻസ് മാക്സിമം ആകുന്നത് എന്ന് എന്ത് ചെയ്യുക നോട്ടിലൊന്ന് പോയി നോക്കുക. ഒന്ന് എന്ത് ചെയ്യുക പിന്നിലേക്ക് പോയി ആ ഒരു പോർഷൻ അങ്ങ് റിവിഷൻ ചെയ്ത് തീർക്കുക. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യാം നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോവാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ് പറയുന്നത് നമ്മുടെ വിൻസിനെ പറ്റിയാണ്. അഗെയിൻ വിൻസിനെ പറ്റിയാണ് പറയുന്നത്. വാട്ട് ആർ ദി ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് ദി സ്ട്രെങ്ത് ആൻഡ് ഡയറക്ഷൻ ഓഫ് ദി വിൻഡ്? ഒന്നാമത്തെ ക്വസ്റ്റ്യൻ. ഇനി ഇതേപോലെ ഒരു ക്വസ്റ്റ്യൻ ഇനിയും വരുന്നുണ്ട്, നമുക്ക് അതും കൂടെ എന്ത് ചെയ്യാം ഒന്ന് നോക്കാം. ഓക്കെ ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ ഇവിടെ നോക്കടാ. കാറ്റ് നമ്മുടെ എന്താണ് കാറ്റിന്റെ ചലനത്തെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ തിരഞ്ഞെടുക്കുക. ഇത് 10th ലെവൽ മെയിൻസിന് ചോദിച്ച ചോദ്യവും ആദ്യം നമ്മൾ വായിച്ചത് ഈ ചോദ്യം എന്ന് പറയുന്നത് ഡിഗ്രി ലെവൽ പ്രിലിംസിന് ചോദിച്ചതാണ്. ഡിഗ്രി ലെവൽ 2021 ഡിഗ്രി ലെവൽ പ്രിലിംസിന് ചോദിച്ച ചോദ്യമാണ് ഇത്. രണ്ടും ഒരേ ക്വസ്റ്റ്യൻ അല്ലേ? വാട്ട് ആർ ദി ഫാക്ടേഴ്സ് അഫക്ട് ദി സ്ട്രെങ്ത് ആൻഡ് ഡയറക്ഷൻ ഓഫ് വിൻഡ്. രണ്ടാമത്തെ ചോദ്യം എന്താണ്? ഇനി നമ്മൾ രണ്ടാമതേക്ക് 10th ലെവലിൽ ചോദിച്ചത് കാറ്റിന്റെ ചലനത്തെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ തിരഞ്ഞെടുക്കുക. മർദ്ദച്ചരിവ് മാനബലം, ഘർഷണ ബലം, കൊഹിഷൻ ബലം, കോറിയോലിസിസ് ബലം. അതാണ് ഇവിടുത്തെ ഓപ്ഷൻസ്. ഓക്കെ, മർദ്ദച്ചരിവ് മാനബലം എന്ന് പറയുമ്പോൾ പ്രഷർ ഗ്രേഡിയന്റ് ഫോഴ്സ് ആണ്. പ്രഷർ ഗ്രേഡിയന്റ് ഫോഴ്സിനെയാണ് നമ്മൾ മർദ്ദച്ചരിവ് മാനബലം എന്ന് പറയുന്നത്. ഘർഷണ ബലം എന്ന് പറയുന്നത് ഫ്രിക്ഷണൽ ഫോഴ്സ് ആണ്. ഫ്രിക്ഷണൽ ഫോഴ്സ് ആണ്. ഇനി കൊഹിഷൻ ബലം നമുക്കറിയാലേ അട്രാക്റ്റീവ് ഫോഴ്സ് ആണല്ലേ. ഇനി കോറിയോളിസിസ് ബലം എന്ന് പറയുന്നത് ഭൂമിയുടെ റൊട്ടേഷനുമായി ബന്ധപ്പെടുത്തി അല്ലേ. ഭൂമിയുടെ റൊട്ടേഷനുമായി ബന്ധപ്പെടുമ്പോൾ അല്ലെങ്കിൽ ഭൂമി റൊട്ടേറ്റ് ചെയ്യുന്നതിന്റെ ഫലമായിട്ട് എന്ത് ചെയ്യാണ് നമ്മുടെ ഉത്തരാർദ്ധഗോളത്തിലും ദക്ഷിണാർദ്ധഗോളത്തിലും മൂവ് ചെയ്യുന്ന ഒബ്ജക്റ്റുകൾക്ക് സ്ഥാനചലനം അല്ലെ, അവരുടെ ദിശയിൽ ഒരു വ്യതിയാനം സംഭവിക്കുന്നു. അതിനെയാണ് നമ്മൾ കോറിയോളിസിസ് ബലം എന്ന് പറയുന്നത് അല്ലെ, കോറിയോളിസിസ് ബലം എന്ന് പറയുന്നത്. ഇനി ആ കോറിയോളിസിസ് ബലം എന്താണ്? ഉത്തരാർദ്ധഗോളത്തിൽ സഞ്ചരിക്കുന്ന ഒബ്ജക്റ്റിന് വലതുവശത്തേക്കും ദക്ഷിണാർദ്ധഗോളത്തിൽ സഞ്ചരിക്കുന്ന ഒബ്ജക്റ്റിന് ഇടതുവശത്തേക്കുമാണ് സഞ്ചരിക്കുന്നത്. അങ്ങനെ പറഞ്ഞ നിയമമാണ്
ഫെറൽ നിയമം, ഫെറൽസ് ലോ. അപ്പോൾ എന്താണ് കോറിയോളിസ് ബലം എന്ന് പറയുന്നത്? എന്താണ്? ഭൂമിയുടെ റൊട്ടേഷൻ കാരണം, ഭൂമി എന്താണ് റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അല്ലെ, സ്വയം ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുന്നതിന്റെ ഫലമായി എന്താണ് മൂവ് ചെയ്യുന്ന ഒബ്ജക്റ്റിന് എന്ത് പറ്റും? ഉത്തരാർദ്ധഗോളത്തിലും ദക്ഷിണാർദ്ധഗോളത്തിലും എന്താണ് ഡിഫ്ലക്ഷൻസ്, അവരുടെ പാതയിൽ ഒരു വ്യതിചലനം സംഭവിക്കുന്നു എന്ന് പറയുന്നതാണ് കോറിയോളിസ് ബലം. എങ്ങോട്ട് വ്യതിചലനം സംഭവിക്കുന്നു എന്ന് പറയുന്നത് ഫെറൽസ് ലോ. എന്താണ് പറയുന്നത്? ഉത്തരാർദ്ധഗോളത്തിൽ ചലന ദിശയ്ക്ക് വലതുവശത്തേക്കും ദക്ഷിണാർദ്ധഗോളത്തിൽ ഇടതുവശത്തേക്കും സംഭവിക്കുന്നു എന്ന് പറയുന്നതാണ് എന്ത്? ഫെറൽസ് ലോ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അപ്പൊ കൊഹിഷൻ ബലം നമുക്കുണ്ടോ? കാറ്റിന്റെ ദിശയെയും ഫോഴ്സിനെയും അല്ലെങ്കിൽ അതിന്റെ ശക്തിയെയും എന്താണ് ഏറ്റവും കൂടുതലായി സ്വാധീനിക്കുന്ന 3 ഘടകങ്ങളാണ് നമ്മൾ എന്ത് ചെയ്തത്? പഠിച്ചിട്ടുള്ളത്. പ്രഷർ ഗ്രേഡിയന്റ് ഫോഴ്സ്, ഫ്രിക്ഷണൽ ഫോഴ്സ്, കോറിയോലിസ് ഫോഴ്സ്. അല്ലെങ്കിൽ മർദ്ദച്ചരിവ് മാനബലം, ഘർഷണ ബലം, കോറിയോലിസ് ബലം. അല്ലെ? ഇനി കൊഹിഷൻ ഉണ്ടോ? ഇല്ല. കൊഹിഷൻ ബലം ഇല്ല. അപ്പോ നമ്മുടെ 1, 3, 4 ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആയിട്ടുള്ളത്. ഇനി നമ്മുടെ എന്താണ് ആദ്യത്തെ ചോദ്യത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ എന്താണ് ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് എന്താണ് സ്ട്രെങ്ത് ആൻഡ് ഡയറക്ഷൻ ഓഫ് വിൻഡ്, പ്രഷർ ഗ്രേഡിയന്റ്, കോറിയോളിസ് ഇഫക്റ്റ്, ഫ്രിക്ഷൻ, 3 വരുന്നുണ്ട് അല്ലേ? അപ്പോൾ ഡി ആണ് ആദ്യത്തെ ചോദ്യത്തില്. ഡി നമ്മുടെ ഡിഗ്രി ലെവൽ ചോദിച്ചതിൽ ഡിയും, രണ്ടാമത്തെ ചോദ്യത്തിന് ബിയുമാണ് ആൻസർ. ഓക്കെ ആണോ? ഇനി ഒരു ചോദ്യം ഞാൻ അങ്ങോട്ട് ചോദിച്ചോട്ടെ. ചോദിച്ചു കഴിഞ്ഞാൽ പറയോ, ഇക്വേറ്ററിൽ കോറിയോലിസ് ഇഫക്റ്റ് ഉണ്ടോ? യെസ്, എല്ലാരും പറയുന്നുണ്ട്. ഡിയും ബിയും അല്ലെ? ഡിഗ്രി ലെവൽ ചോദിച്ചതിന് ഡി ആണ് ആൻസർ. നമ്മുടെ 10th ലെവൽ ചോദിച്ചിട്ടുള്ളതിന് ബി ആണ് ആൻസർ. രണ്ടും സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ആണ്. ഇനി നമ്മൾ എന്തൊക്കെ ചിന്തിച്ചു കഴിഞ്ഞാലും കാറ്റിന്റെ ദിശയെയും എന്താണ് അതിന്റെ ശക്തിയെയും കാറ്റിന്റെ ദിശയെയും സ്ട്രെങ്തിനെയും സ്വാധീനിക്കുന്ന 3 ഘടകങ്ങളെ ഉള്ളൂ. പ്രഷർ ഗ്രേഡിയന്റ് അല്ലെങ്കിൽ മർദ്ദച്ചരിവ് മാനബലം, ഫ്രിക്ഷണൽ ഫോഴ്സ്, അതുപോലെ തന്നെ കോറിയോളിസ് ഫോഴ്സ്. വേറെ ഒരു ഫോഴ്സും എന്ത് ചെയ്യുന്നില്ല? അഫക്ട് ചെയ്യുന്നില്ല. ഓക്കെ, ഇക്വേറ്ററിൽ എന്ത് ഇല്ല? നമുക്ക് കോറിയോളിസ് ഫോഴ്സ് ഇല്ല അല്ലെ? കോറിയോളിസ് ഇഫക്റ്റ് ഇല്ല. എന്താണ് അവിടെ നമ്മുടെ ഇക്വേറ്റർ റീജിയൻ അല്ലെ? ഇക്വേറ്റർ റീജിയൻ എന്ന് പറഞ്ഞാൽ 0 ഡിഗ്രി, നമ്മുടെ ഇന്റർട്രോപ്പിക്കൽ കൺവെർജൻസ് സോണിൽ എന്താണ് നമുക്ക് കോറിയോളിസ് ഫോഴ്സ് അനുഭവപ്പെടുന്നില്ല. ഓക്കെ, എല്ലാവരും ആൻസർ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് മൂവ് ചെയ്യാം. ഓക്കെ, ഫ്രിക്ഷണൽ ഫോഴ്സ് നമുക്ക് നെക്സ്റ്റ് വന്നതാണ്. അടുത്ത ചോദ്യം എന്താണ്? കൺസിഡർ ദി ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്. എന്താണ് താഴെയുള്ള സ്റ്റേറ്റ്മെന്റ്സ് കൺസിഡർ ചെയ്യാനാണ് പറയുന്നത്. എന്താണ്? ഇന്റൻസ് സീസ്മിക് ആക്ടിവിറ്റി ഒക്കേഴ്സ് എലോങ് ദി കൺവെർജന്റ് ലിത്തോസ്ഫെറിക് പ്ലേറ്റ് ബൗണ്ടറീസ്. അല്ലെ? ഇന്റൻസ് ആയിട്ടുള്ള സീസ്മിക് ആക്ടിവിറ്റി എന്ന് പറയുന്നത് എന്താണ്? ഒക്കേഴ്സ് എലോങ് ദി കൺവെർജന്റ് ലിത്തോസ്ഫെറിക് പ്ലേറ്റ് ബൗണ്ടറീസ്. കൺവെർജന്റ് പ്ലേറ്റ് ബൗണ്ടറിക്ക് എലോങ് ആയിട്ട് എന്താണ് ഇന്റൻസ് ആയിട്ടുള്ള സീസ്മിക് ആക്ടിവിറ്റികൾ നടക്കുന്നു എന്നുള്ളതാണ് എന്ത് ആദ്യത്തെ സ്റ്റേറ്റ്മെന്റ്. അടുത്ത രണ്ടാമത് എന്താണ്? കൺവെർജന്റ് ലിത്തോസ്ഫെറിക് പ്ലേറ്റ് ബൗണ്ടറീസ് ഓഷ്യാനിക് അല്ലെ? ഇന്നാണ് ഉദ്ദേശിച്ചത്. ഇൻ കൺവെർജന്റ് ലിത്തോസ്ഫെറിക് പ്ലേറ്റ് ബൗണ്ടറീസ് ഓഷ്യാനിക് പ്ലേറ്റ്സ് ആർ അണ്ടർഗോയിങ് സബ്ഡക്ഷൻ അല്ലെ? രണ്ടിൽ എന്താണ് നമ്മുടെ സ്റ്റേറ്റ്മെന്റ്സ് പറഞ്ഞിട്ടുണ്ട്. ഇനി വിച്ച് ഓഫ് ദ സ്റ്റേറ്റ്മെന്റ്സ് ഗിവൺ എബവ് ഈസ് ഓർ ആർ കറക്റ്റ് അല്ലെ? ഇനി നമുക്ക് ഇതിന്റെ മലയാളം നോക്കാം. മലയാളത്തിൽ എന്താണ് പറയുന്നത് നോക്കാം. തീവ്രമായ ഭൂകമ്പ പ്രവർത്തനം ലിത്തോസ്ഫെറിക് പ്ലേറ്റ് അതിരുകളിൽ സംഭവിക്കുന്നു. അടുത്ത എന്താണ്? രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് ഒത്തുചേരുന്ന ലിത്തോസ്ഫെറിക് പ്ലേറ്റ് അതിരുകളുടെ സമുദ്രഫലകങ്ങൾ സബ്ഡക്ഷന് വിധേയമാകുന്നു. അപ്പൊ എന്താണ് ഈ കൺവെർജന്റ് പ്ലേറ്റ് ബൗണ്ടറീസ് എന്ന് ആദ്യം നോക്കണം അല്ലെ? നമുക്കറിയാം അല്ലെ, 2 പ്ലേറ്റുകൾ ലിത്തോസ്ഫെറിക് പ്ലേറ്റുകൾ. എന്താണ് ലിത്തോസ്ഫെറിക് പ്ലേറ്റ് എന്ന് പറയുന്നത്? നമ്മുടെ ഭൂമിയുടെ ക്രസ്റ്റ് അല്ലെ, ഭൂവൽക്കവും മാൻഡിലിന്റെ അപ്പർ ഭാഗവും, അപ്പർ മാൻഡിലിന്റെ അപ്പർ സൈഡ് അല്ലെങ്കിൽ അപ്പർ മാൻഡിലിന്റെ ഒരു ഭാഗവും കൂടി ചേർന്നിരിക്കുന്ന എന്താണ് ബ്രിട്ടിലായിട്ടുള്ള പ്ലാസ്റ്റിക് ആയിട്ടുള്ള എന്താണ് ഒരു ഫലകം അല്ലെങ്കിൽ ഒരു എന്താണ് പ്ലേറ്റിനെയാണ് നമ്മൾ
ലിത്തോസ്ഫെറിക് പ്ലേറ്റ് എന്നാണ് പറയുന്നത്. ക്രസ്റ്റും മാൻഡിലിന്റെ അപ്പർ മാൻഡിലും കൂടെ ചേർന്ന പോർഷനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ലിത്തോസ്ഫെറിക് പ്ലേറ്റ് എന്ന് പറയുന്നത്. ഇനി ലിത്തോസ്ഫിയർ അല്ലെ, ഇതിന്റെ തൊട്ട് താഴെയായിട്ട് നമുക്ക് എന്താണ് ഒരു ഫ്ലൂയിഡ് നേച്ചറിൽ അസ്തനോസ്ഫിയർ എന്ന് പറയുന്ന ഒരു ഭാഗമുണ്ട്. അസ്തനോസ്ഫിയറിന്റെ അസ്തനോസ്ഫിയറിന് മുകളിലൂടെ നമ്മുടെ ലിത്തോസ്ഫെറിക് പ്ലേറ്റുകൾ എന്ത് ചെയ്യുന്നുണ്ട്, ഇങ്ങനെ തെന്നി നീങ്ങുന്നുണ്ട്. ഇനി തെന്നി നീങ്ങുമ്പോൾ എന്ത് ചെയ്യും, ഇവർ പോയി അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ കൂട്ടിയിടിക്കാനുള്ള സാധ്യതകളുണ്ട് അല്ലെ. കൂട്ടിയിടിക്കാം, പൊട്ടിമാറാം, അങ്ങനെ എന്തെല്ലാം നടക്കാം. അപ്പോൾ പ്രധാനമായിട്ടും ഈ ലിത്തോസ്ഫെറിക് പ്ലേറ്റുകളുടെ മൂവ്മെന്റ്സ് കാരണം, ഇവരിങ്ങനെ തെന്നി നടക്കുന്നത് കൊണ്ട് പ്രധാനമായിട്ടും 3 അതിരുകളാണ് എന്ത് ചെയ്യുന്നത്, നമ്മുടെ ഭൂവൽക്കത്തിൽ ഉണ്ടാകുന്നത്. അപ്പോൾ അതിൽ ഒന്നെന്ന് പറയുന്നത് കൺവർജന്റ്, 2 ഡൈവർജന്റ്, മൂന്നാമത്തത് ട്രാൻസ്ഫോം ബൗണ്ടറീസ്. ഇനി കൺവർജന്റ് എന്ന് പറയുമ്പോൾ എന്താണ്, കൂട്ടിയിടിക്കുകയാണ് അല്ലെ. ഇവരെന്ത് ചെയ്യാണ്, തമ്മിൽ എന്ത് ചെയ്യാണ്, കൂട്ടിയിടിക്കുന്നതാണ് കൺവർജന്റ്. അപ്പൊ കൺവർജന്റ് എന്ത് ചെയ്യാണ്, കൂട്ടിയിടിക്കുകയാണ്. ഡൈവർജന്റ് ഒരാളെന്താണ്, രണ്ടുപേരും അകന്നു മാറുന്നതാണ് നമ്മുടെ ഡൈവർജന്റ്. ഈ ട്രാൻസ്ഫോം എന്ന് പറയുന്നത് കൂട്ടിയിടിക്കുന്നുമില്ല, അകന്നു മാറുന്നുമില്ല, നിരങ്ങി നീങ്ങുന്നു. അവരെന്ത് ചെയ്യാണ്, ഇങ്ങനെ എന്താണ് ഒരു ഘർഷണം സൃഷ്ടിച്ചുകൊണ്ട് നിരങ്ങി നീങ്ങുന്നവരെയാണ് നമ്മൾ എന്താ പറയുക, ട്രാൻസ്ഫോം ബൗണ്ടറീസ് എന്ന് പറയുന്നത്. ഇനി കൺവർജന്റ് ബൗണ്ടറീസിൽ എന്ത് ചെയ്യും, സബ്ഡക്ഷൻ സംഭവിക്കുന്നു. എന്താണ്, 2 പ്ലേറ്റുകൾ തമ്മിൽ കൂട്ടിമുട്ടുമ്പോൾ എന്ത് ചെയ്യും, കൂടുതൽ ഡെൻസിറ്റി ഉള്ള ആൾ എന്ത് ചെയ്യും, താഴേക്ക് എന്ത് ചെയ്യും, ഇറങ്ങിപ്പോവും. അതിനെയാണ് നമ്മൾ എന്താ പറയുന്നത്, സബ്ഡക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ സബ്ഡക്ഷൻ നടക്കും, അല്ലെങ്കിൽ കൂട്ടിമുട്ടുന്ന സമയങ്ങളിൽ ഇത്തരം അതിരുകളിൽ എന്ത് ചെയ്യും, തീവ്രമായിട്ടുള്ള എന്താണ് ഭൂചലനങ്ങൾ, ഇപ്പൊ കൂട്ടിമുട്ടണമെന്നില്ല, നീങ്ങി മാറുമ്പോഴും അതുപോലെ തന്നെ എന്താണ് ഉരസി മാറുമ്പോഴും എന്ത് ചെയ്യും, തീവ്രമായിട്ടുള്ള ഭൂകമ്പ പ്രവർത്തനങ്ങൾ എന്ത് ചെയ്യുന്നു, നടക്കുന്നു. അപ്പോൾ നമ്മുടെ എന്താണ് ലിത്തോസ്ഫെറിക് പ്ലേറ്റ് ബൗണ്ടറീസിലാണ് കൂടുതലായും തീവ്രമായ ഭൂകമ്പ പ്രവർത്തനങ്ങൾ നടക്കുന്നത്. സ്റ്റേറ്റ്മെന്റ് 1 കറക്റ്റ് ആണ്. ഇനി ഒത്തുചേരലിന് വിധേയമാകുന്ന ലിത്തോസ്ഫെറിക് പ്ലേറ്റ് അതിരുകളുടെ സമുദ്രഫലകങ്ങൾ സബ്ഡക്ഷന് വിധേയമാകുന്നു. കറക്റ്റ് അല്ലേ. 2 എന്താണ്, പ്രധാനമായിട്ടും എന്താണ്, സമുദ്രഫലകമാണ് അല്ലേ. നമുക്കറിയാം 2 എന്താണ്, ഒരു കോണ്ടിനെന്റും ഒരു ഓഷ്യാനിക് പ്ലേറ്റും കൂടെ തമ്മിൽ കൂട്ടിയിടിച്ചു കഴിഞ്ഞാൽ ഓഷ്യാനിക് പ്ലേറ്റ് താഴോട്ട് പോകും. 2 എന്താണ്, ഓഷ്യാനിക് പ്ലേറ്റുകളാണ് കൂട്ടിയിടിക്കുന്നതെന്നുണ്ടെങ്കിൽ കൂടുതൽ ഡെൻസിറ്റി ഉള്ള ഓഷ്യാനിക് പ്ലേറ്റ് എന്ത് ചെയ്യും, താഴേക്ക് പോകും. താഴേക്ക് പോകും. ഇനി 2 കോണ്ടിനെന്റ് ആണെന്നുണ്ടെങ്കിൽ അവിടെ എന്താണ്, സബ്ഡക്ഷൻ പൂർണ്ണമായ രീതിയിൽ സംഭവിക്കുന്നില്ല. അത് നമുക്ക് എന്ത് ചെയ്യണ്ട, നോക്കേണ്ട ആവശ്യമില്ല. ഇനി നമ്മൾ ഈ 2 കേസ് എടുത്താലും ഓഷ്യാനിക് പ്ലേറ്റ് അല്ലേടാ സബ്ഡക്ട് ചെയ്യുന്നത്, താഴെ പോകുന്നത്. സോ നമ്മുടെ രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് അല്ലേ. ഒത്തുചേരുന്ന ലിത്തോസ്ഫെറിക് പ്ലേറ്റ് അതിരുകളിലെ സമുദ്രഫലകങ്ങൾ സബ്ഡക്ഷന് വിധേയമാകുന്നു. അപ്പൊ എന്താണ്, 2 സ്റ്റേറ്റ്മെന്റും എന്താണ്, ശരിയാണ് അല്ലെ. നമ്മുടെ ആൻസർ എന്താണ്, സി ആണ്. 1ഉം 2ഉം ശരിയാണ്. ആൻസർ സി ആണ്. എത്ര പേര് പറഞ്ഞു ആൻസർ സി ആണെന്ന്? യെസ്, ഒരാള്, കുറച്ച് പേര് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, സി ആണെന്ന് കുറച്ച് പേര് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ആൻസർ എന്താണ്, സി ആണ്. അപ്പോൾ നമ്മുടെ എന്താണ്, നമ്മൾ 2 എന്താണ് പ്ലേറ്റ് എടുത്തു. അവരെന്താണ്, തെന്നി മാറാം, ഇടിക്കാം, ഒന്ന് കൂട്ടിമുട്ടാം, അകന്നു നീങ്ങാം, അങ്ങനെ 3 സംഭവിക്കുന്ന സ്ഥലങ്ങളെയാണ് നമ്മൾ എന്ത് പറയുന്നത്, പ്ലേറ്റ് അതിരുകൾ അല്ലെങ്കിൽ എന്താണ് ബൗണ്ടറീസ് എന്ന് പറയുന്നത്. എന്താണ്, 3 ബൗണ്ടറീസ് ആണ് പ്രധാനമായിട്ടുള്ളത്. ഇനി അതിൽ കൺവർജന്റ് എന്ന് പറഞ്ഞാൽ കൂട്ടിയിടിക്കുന്ന സമയത്ത് സബ്ഡക്ഷൻ അവിടെ ഉണ്ടാകുന്നു, ഒരാൾ മറ്റൊരാളുടെ അടിയിലോട്ട് ഇറങ്ങി പോകുന്നു. എങ്ങനെയാണ്, ഇത് ഡെൻസിറ്റി വ്യത്യാസത്തിനെതിരാണ് എന്ത് ചെയ്യുന്നത്, ഇറങ്ങി പോകുന്നത്. ഇനി നമ്മൾ എങ്ങനെ നോക്കിക്കഴിഞ്ഞാലും സബ്ഡക്ഷന് വിധേയമാകുന്നത് എല്ലാ സമയങ്ങളിലും എന്താണ്, ഓഷ്യാനിക് പ്ലേറ്റുകളാണ് അല്ലെങ്കിൽ സമുദ്ര ഫലകങ്ങളാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ 2 സ്റ്റേറ്റ്മെന്റും ശരിയാണ്. സി ആണ് എന്ത്, കറക്റ്റ് ആയിട്ടുള്ള ഓപ്ഷൻ എന്ന് പറയുന്നത് സി ആണ്. ഓക്കെ അല്ലേ. ഇനി ഇവിടെ നമുക്ക് എന്താണ്, ഒരു ക്വസ്റ്റ്യനും കൂടെ ഉണ്ട് അല്ലെ. ഇവിടെ നമ്മൾ ഒരു ക്വസ്റ്റ്യനും കൂടെ ഉണ്ട്. നോക്കടാ, ഇവിടെ എന്താണ്, ഇതും നമ്മുടെ എന്താണ്, നമ്മുടെ 2021 ഡിഗ്രി ലെവൽ എക്സാമിന്, പ്രിലിമിനറി എക്സാമിന് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആയിരുന്നേ. ഇതും അത് തന്നെയാണ് ഇനി ചോദിക്കാൻ വന്ന ഇത് ശരിക്കും പറഞ്ഞാൽ ഇന്ത്യൻ ജോഗ്രഫിയിൽ വരുന്ന ഒരു വിഷയം, ഒരു ഏരിയ ആണ് കേട്ടോ. അപ്പൊ എന്താണ്, ഹിമാലയാസ് നമുക്ക് പ്രധാനമായിട്ടും ലോഞ്ചിറ്റ്യൂഡിനൽ ഡിവിഷനുണ്ട്, ട്രാൻസ്വേഴ്സ് ആയിട്ടുള്ള ഡിവിഷനുണ്ട് അല്ലെ. അപ്പൊ എന്താണ്, ഹിമാലയം നമ്മൾ വെർട്ടിക്കൽ ആയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, കുറച്ച് റിവേഴ്സിന്റെ അതിര് വെച്ചിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, തിരിക്കുന്നുണ്ട്. അതിലെന്താണ്, ഏറ്റവും വെസ്റ്റേൺ മോസ്റ്റ് ആയിട്ടുള്ള ഇൻഡസ്, ദെൻ സത്ലജ്, കാളി റിവർ,
ടീസ്റ്റ. അപ്പൊ ഇത്രയും റിവേഴ്സിന്റെ ഇടയിലുള്ള, അത് കഴിഞ്ഞ് ബ്രഹ്മപുത്ര. ഓക്കെ, അപ്പൊ ഈ എത്ര 1 2 3 4 5 റിവേഴ്സിന്റെ എന്താണ് ഇടയിൽ കാണപ്പെടുന്ന, ഇടയിലായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മുടെ ഹിമാലയത്തിനെ കുറച്ചായിട്ട് വീതിച്ചു വെച്ചിട്ടുണ്ട്. അതില് ഇൻഡസിനും സത്ലജിനും ഇടയിലുള്ള ഹിമാലയാണ് നമ്മൾ പഞ്ചാബ് ഹിമാലയ എന്ന് പറയുന്നത്. പഞ്ചാബ് ഹിമാലയ. സത്ലജിനും കാളിക്കും ഇടയിലുള്ളതാണ് കുമയോൺ ഹിമാലയ അല്ലെങ്കിൽ കുമോൺ ഹിമാലയ എന്ന് പറയുന്നത്. ഇനി കാളിക്കും ടീസ്റ്റയ്ക്കും ഇടയിലുള്ളതാണ് നേപ്പാൾ ഹിമാലയ. ടീസ്റ്റയ്ക്കും ബ്രഹ്മപുത്രയ്ക്കും ഇടയിലുള്ളതാണ് ആസാം ഹിമാലയ എന്ന് പറയുന്നത്. ഇനി ഇത് നമ്മൾ ചേരുംപടി ചേർത്ത് കഴിഞ്ഞാൽ പഞ്ചാബ് ഹിമാലയ അല്ലേ, എവിടെയാണ്? ഇൻഡസ് ടു സത്ലജ് 2 A2. കുമോൺ ഹിമാലയ എന്ന് പറയുമ്പോൾ സത്ലജ് ടു കാളിയാണ്. നേപ്പാൾ ഹിമാലയ എന്ന് പറയുന്നത് കാളി ടു ടീസ്റ്റയാണ്. ആസാം ഹിമാലയ എന്ന് പറയുന്നത് ടീസ്റ്റ ടു ബ്രഹ്മപുത്രയാണ്. അപ്പോൾ എ എന്ന് പറയുന്നത് 2 A2. അപ്പോൾ നമുക്ക് എന്താണ് 2 ഓപ്ഷൻസ് വന്നല്ലേ. ഇനി കുമോൺ ഹിമാലയ വന്നപ്പോഴേക്കും 1 അപ്പോൾ 2 1 വരുമ്പോൾ ബി. ഓക്കെ, അപ്പോൾ നമ്മുടെ ബി ആണ് നമ്മുടെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ എന്ന് പറയുന്നത്. ഓക്കെ, നമുക്കറിയാം ഇൻഡസ് നമുക്കറിയാമല്ലേ, ജമ്മു കാശ്മീരിന്റെ എന്താണ് ഭാഗത്തൂടി എന്ത് ചെയ്യുന്നുണ്ട്, ലഡാക്കിലൂടെയൊക്കെ ഒഴുകി ജമ്മു കാശ്മീരിന്റെ ഭാഗത്തൂടി എന്ത് ചെയ്യുന്നുണ്ട്, നൈസായിട്ട് പാകിസ്ഥാനിലോട്ട് കയറി പോകും നമ്മുടെ ഇൻഡസ്. അത് സത്ലജ് പഞ്ചാബ് ഏരിയയിൽ കൂടി ഒഴുകുന്ന ഒരാളാണ്. നമ്മുടെ കാളി റിവർ എന്ന് പറഞ്ഞാൽ ഉത്തരാഖണ്ഡ് നേപ്പാൾ അതിർത്തിയിലൂടെ ഒഴുകുന്ന ഒരു റിവറാണ് കാളി റിവർ എന്ന് പറയുന്നത്. ടീസ്റ്റ സിക്കിമിലൂടെ ഒഴുകുന്ന ബ്രഹ്മപുത്രയുടെ ഒരു ട്രിബ്യൂട്ടറിയാണ്. പക്ഷേ എന്താണ്, ടീസ്റ്റ ബ്രഹ്മപുത്രയായിട്ട് ചേരുന്നത് ബംഗ്ലാദേശിൽ വെച്ചിട്ടാണ്. ബ്രഹ്മപുത്ര നമുക്കറിയാം, ബ്രഹ്മപുത്ര റിവർ തന്നെയാണ്. ഓക്കെ, അപ്പൊ ഇതൊക്കെ ആണല്ലോ, ബി ആണ് കേട്ടോ ഇതിന്റെ ആൻസർ. ഓക്കെ അല്ലേ? യെസ്, ബി. അതെല്ലാരും പറയുന്നുണ്ട്, ബി ആണ്. ഓക്കെ, ഇനി നമ്മുടെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എടുക്കുകയാണ്. പസഫിക് മഹാസമുദ്രവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ എന്ത് ചെയ്യുക, കണ്ടുപിടിക്കുക എന്നുള്ളതാണ് ചോദ്യം. പസഫിക് മഹാസമുദ്രം അല്ലേ, ലോകത്തിലെ ഏറ്റവും വലിയ സമുദ്രമാണല്ലേ, നമ്മുടെ ഏറ്റവും വലിയ സമുദ്രമാണ് പസഫിക് മഹാസമുദ്രം എന്ന് പറയുന്നത്. അതിൽ സ്റ്റേറ്റ്മെന്റ് 1 ശരിയായ സ്റ്റേറ്റ്മെന്റുകളാണ് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുള്ളത്. സ്റ്റേറ്റ്മെന്റ് 1 ഏറ്റവും ആഴം കൂടിയ സമുദ്രം. സ്റ്റേറ്റ്മെന്റ് 2 എസ് ആകൃതിയിൽ കാണപ്പെടുന്നു. സ്റ്റേറ്റ്മെന്റ് 3 ഭൗമോപരിതലത്തിന്റെ 1/6 വിസ്തൃതിയുണ്ട്. ഇനി സ്റ്റേറ്റ്മെന്റ് 4 അനേകായിരം ചെറുതും വലുതുമായ ദ്വീപസമൂഹങ്ങൾ കാണപ്പെടുന്നു. ഇത്രയാണ് എന്ത് നമ്മുടെ എന്താണ് ഓപ്ഷൻസ് എന്ന് പറയുന്നത്. നമുക്കറിയാം അല്ലേ, നമുക്ക് പ്രധാനമായിട്ടുള്ള സമുദ്രങ്ങൾ ഏതൊക്കെയാണ്? പസഫിക് അല്ലെ, മഹാസമുദ്രങ്ങൾ. പസഫിക് ഉണ്ട്, അറ്റ്ലാന്റിക് ഉണ്ട്, ഇന്ത്യൻ ഓഷൻ ഉണ്ട്, ആർട്ടിക് അല്ലെ, ആർട്ടിക് ഓഷൻ ഉണ്ട്, അന്റാർട്ടിക് അല്ലെങ്കിൽ സദേൺ സീ എന്ന് പറയുന്ന അല്ലെ, സദേൺ ഓഷൻ എന്ന് പറയുന്ന, അന്റാർട്ടിക് ഓഷൻ അല്ലെങ്കിൽ സദേൺ ഓഷൻ എന്ന് പറയുന്ന ആളുണ്ട്. ഓക്കെ, അപ്പൊ നമുക്ക് പ്രധാനമായിട്ടും 5 മഹാസമുദ്രങ്ങളാണ് ഉള്ളത്. പസഫിക് ഓഷനാണ് ഏറ്റവും വലുത് അല്ലെ, ഒരു ട്രയാങ്കുലാർ ഷേപ്പിൽ കാണപ്പെടുന്ന ആളാണ് പസഫിക് ഓഷൻ എന്ന് നമുക്കറിയാം. ഏറ്റവും വലുതാണ് റിംഗ് ഓഫ് ഫയർ റീജിയൻ. ഏറ്റവും കൂടുതൽ വോൾക്കാനോസ് കാണുന്ന ഒരു ഏരിയ അല്ലെ പസഫിക് ഓഷനിലാണ്. ഏറ്റവും കൂടുതൽ സജീവമായിട്ടുള്ള അഗ്നിപർവ്വതങ്ങൾ കാണപ്പെടുന്ന ഒരു ഏരിയ എന്ന് പറയുന്നത് പസഫിക് ഓഷനുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. നെക്സ്റ്റ് നമ്മൾ എന്താണ് അറ്റ്ലാന്റിക്കിലേക്ക് വരുമ്പോൾ എന്താണ് നമുക്കറിയാലോ, എസ് ആകൃതിയിൽ കാണപ്പെടുന്ന, അറ്റ്ലാന്റിക് പറയുമ്പോൾ നമ്മൾ ഏറ്റവും ആദ്യം ഓർത്തിരിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് എസ് ആകൃതിയിൽ കാണപ്പെടുന്ന സമുദ്രമാണ് അറ്റ്ലാന്റിക് ഓഷൻ അല്ലെ. ഇനി രണ്ടാമത്തെ വലിയ സമുദ്രമാണ് നമ്മുടെ അറ്റ്ലാന്റിക് ഓഷൻ. ടൈറ്റാനിക്കിന്റെ അപകടം അല്ലെ, 1912 ടൈറ്റാനിക്കിന്റെ അപകടമൊക്കെ നടന്നിട്ടുള്ളത് നമ്മുടെ അറ്റ്ലാന്റിക് ഓഷനിലാണ് എന്ത് ചെയ്യുക, ഓർത്തിരിക്കുക. അതുപോലെ തന്നെ എന്താണ് കരീബിയൻ സീ ഒക്കെ വരുന്നത് നമ്മുടെ അറ്റ്ലാന്റിക് ഓഷനിൽ ആ ഒരു ഭാഗത്താണ്. നെക്സ്റ്റ് വരുന്നത് ഇന്ത്യൻ ഓഷൻ അല്ലെ, കൂടുതലും എന്താണ് സദേൺ ഹെമിസ്ഫിയറിൽ കാണുന്നതാണ്. ഭയങ്കര എന്താണ് സദേൺ നമ്മുടെ ഇന്ത്യൻ ഓഷന്റെ സൗത്തിലേക്കൊക്കെ വരുമ്പോൾ ഭയങ്കര എന്താണ് ടർബുലന്റ് ആയിട്ടുള്ള ഒരു ഓഷൻ റീജിയൻ ആണ് ഇന്ത്യൻ ഓഷൻ എന്ന് പറയുന്നത്. കാരണം എന്താണ് ലാൻഡ് മാസസ് കുറവാണ്. നമ്മുടെ എന്താണ് ഉത്തരാർദ്ധഗോളത്തിൽ കുറച്ച് ഭാഗം കഴിഞ്ഞു കഴിഞ്ഞാൽ എന്താണ് അധികം ലാൻഡ് ഒന്നും താഴോട്ടില്ല. അതുകൊണ്ട് തന്നെ ഭയങ്കര എന്താണ് അത്രയും വയലന്റ് ആയിട്ടുള്ള ഒരു ഓഷനാണ് ഇന്ത്യൻ ഓഷൻ എന്ന് പറയുന്നത്. ഇനി ആർട്ടിക് ഓഷൻ അല്ലെ, നമുക്കറിയാം നമ്മുടെ എന്താണ് സൈബീരിയ ചുറ്റിപ്പറ്റി എന്താണ് നോർത്ത് പോളുമായി അസോസിയേറ്റ് ചെയ്ത് കാണപ്പെടുന്ന ഒരു ഓഷനാണ് ആർട്ടിക് ഓഷൻ. ഏറ്റവും ചെറുതാണ് ആർട്ടിക് ഓഷൻ എന്ന് പറയുന്നത്.
ഓക്കെ, നെക്സ്റ്റ് അറ്റ്ലാന്റിക് ഓഷൻ എന്ന് പറയുമ്പോൾ ഏറ്റവും എന്താണ് താഴെയായി അല്ലേ നമ്മുടെ എന്താണ് അറ്റ്ലാന്റിക് എന്താണ് ഭൂഖണ്ഡത്തിനെ എന്താണ് ചുറ്റി കവർ ചെയ്തുകൊണ്ട് കാണപ്പെടുന്നത്, അതിന് ചുറ്റും കവർ ചെയ്തുകൊണ്ട് കാണപ്പെടുന്ന ഒരു ഓഷനാണ് അറ്റ്ലാന്റിക് ഓഷൻ. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമ്മുടെ പ്രധാനപ്പെട്ട മഹാസമുദ്രങ്ങൾ എന്ന് പറയുന്നത്. ഓക്കെ, ഇവിടെ നമ്മൾ എന്താണ് ആകൃതിയുടെ എസ് പറഞ്ഞപ്പോൾ എസ് ആകൃതിയിൽ കാണപ്പെടുന്നു, അതെന്താണ് അപ്പോൾ സ്റ്റേറ്റ്മെന്റ് രണ്ട് എന്താണ് തെറ്റാണെന്ന് നമുക്കറിയാം അല്ലേ. ഇപ്പൊ ഇനി നോക്കിയപ്പോൾ എനിക്ക് ഇത് മാത്രമേ അറിയാവൂ, എനിക്ക് എസ് ആകൃതി കാണപ്പെടുന്നു. അപ്പൊ അതെന്ത് ചെയ്യാം, എനിക്കറിയാം നമ്മുടെ അറ്റ്ലാന്റിക് ഓഷനാണ്, പസഫിക് ഓഷൻ അല്ല. അപ്പൊ ഈ ഒരു എനിക്ക് ആ ഒരു സ്റ്റേറ്റ്മെന്റിൽ അറിയാവോന്ന് ഇരിക്കട്ടെ, അത് വെച്ച് നോക്കുമ്പോൾ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇവിടെ 3 എണ്ണം അല്ലേ. എ നമുക്ക് ഒഴിവാക്കാം, സി നമുക്ക് ഒഴിവാക്കാം, ബി നമുക്ക് ഒഴിവാക്കാം, ബാക്കിയുള്ളത് ഡി ആണ്. ഡി ആണ് നമ്മുടെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് ഡി എന്ന് പറയുമ്പോൾ 1ഉം 4ഉം ഏറ്റവും ആഴം കൂടിയ സമുദ്രവും അതുപോലെ തന്നെ അനേകായിരം ചെറുതും വലുതുമായിട്ടുള്ള ദ്വീപ് കാണുന്നു. ഇനി ഭൗമോപരിതലത്തിലെ 1/6 ഭാഗം വിസ്തൃതി ഉണ്ടെന്ന് തെറ്റാണ്, എസ് ആകൃതിയിൽ കാണപ്പെടുന്നു തെറ്റാണ്. അപ്പൊ എന്താണ് നമ്മുടെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഡി ആണ്. ഇനി നെക്സ്റ്റ് അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കടാ. അതുണ്ടല്ലേ, ഏറ്റവും കൂടുതൽ സജീവ അഗ്നിപർവ്വതങ്ങൾ ഉള്ളത് ഏത് സമുദ്രത്തിലാണ്? ഇപ്പൊ നമ്മൾ പറഞ്ഞല്ലേ ഉള്ളൂ, പസഫിക് സമുദ്രത്തിലാണ് അല്ലേ. റിംഗ് ഓഫ് ഫയർ എന്ന് പറയുന്ന റീജിയനിലാണ് നമ്മൾ എന്താണ് ഏറ്റവും കൂടുതൽ അഗ്നിപർവ്വതങ്ങൾ ഉള്ളത്, പസഫിക് ഓഷനിലാണ്. ക്ലിയർ ആയോ? ഓക്കെ ആണോ? ക്വസ്റ്റ്യൻസ് മനസ്സിലായോ? ഓക്കെ, ഡി എല്ലാവരും പറയുന്നുണ്ട്, ഡി ആണ്. നെക്സ്റ്റ് എയും ആണ്. ഓക്കെ, അപ്പൊ ആ ഭാഗത്ത് നിന്ന് എന്താണ് നമുക്ക് വന്നുള്ള 2 ക്വസ്റ്റ്യനും എന്ത് ചെയ്തു കിട്ടി. ഇത് രണ്ടും നമുക്ക് എന്താണ് 10th ലെവൽ മെയിൻസിന് ചോദിച്ചിട്ടുള്ളതാണ്. രണ്ടും 2022 നടന്നിട്ടുള്ള 10th ലെവൽ മെയിൻസ് എക്സാമിന് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഈ 2 ആൾക്കാരും എന്നെന്ത് ചെയ്യുക, ഓർത്തിരിക്കുക. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, നമ്മുടെ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് വരുമ്പോൾ അറ്റ്മോസ്ഫിയറിനെ പറ്റിയാണ് അല്ലേ. ട്രോപ്പോസ്ഫിയറിനെയും സ്ട്രാറ്റോസ്ഫിയറിനെയും വേർതിരിക്കുന്ന അന്തരീക്ഷ പാളി ഏതെന്നാണ് ചോദ്യം. സ്ട്രാറ്റോപോസ്, മീസോപോസ്, അയണോപോസ്, ട്രോപ്പോപോസ്. അപ്പൊ നമുക്കറിയാലേ ട്രോപ്പോപോസ് ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്, അയണോസ്ഫിയർ ഏത് അന്തരീക്ഷ മണ്ഡലത്തിന്റെ ഭാഗമാണ്? ട്രോപ്പോസ്ഫിയർ, തെർമോസ്ഫിയർ, സ്ട്രാറ്റോസ്ഫിയർ, മീസോസ്ഫിയർ. തെർമോസ്ഫിയറിന്റെ ഭാഗമാണ് അല്ലെ, സി ആണ് ആൻസർ. ഇനി നമ്മൾ അവിടേക്ക് പോയി കഴിഞ്ഞാൽ ഓക്കെ, നമുക്കറിയാം അല്ലേ, പ്രധാനമായിട്ടും അന്തരീക്ഷത്തിന് എന്താണ് കുറച്ച് ലെയേഴ്സ് ആയിട്ട് തിരിച്ചിട്ടുണ്ട്. എന്താണ് അതില് ഏറ്റവും താഴെയുള്ളത് നമ്മുടെ ഭൗമോപരിതലവുമായി ടച്ച് ചെയ്ത് നിൽക്കുന്നതാണ് ട്രോപ്പോസ്ഫിയർ എന്ന് പറയുന്നത്. ഏകദേശം 12 മുതൽ 15 കിലോമീറ്റർ വരെയൊക്കെയാണ് ഉയരം എന്ന് പറയുന്നത്. പിന്നെ അന്തരീക്ഷത്തിന്റെ 99% മാസ് നിൽക്കുന്നത് ഈ ട്രോപ്പോസ്ഫിയറിലാണ്. അന്തരീക്ഷത്തിൽ ഏറ്റവും കൂടുതലുള്ള വാതകം ഏതാണ്? നൈട്രജൻ ആണ്. രണ്ടാമത് ഓക്സിജൻ, മൂന്നാമത് ആർഗൺ, നാലാമത് കാർബൺ ഡൈ ഓക്സൈഡ്. ഇത്ര എന്ത് ചെയ്യാം, ഓർത്തിരിക്കുക. നൈട്രജൻ ഏകദേശം 77% അല്ലെ, 76-77% വരെ നൈട്രജൻ ആണ്. 23% വരെ 22 ആണ് ഓക്സിജൻ. ആർഗൺ എന്ന് പറയുന്നത് 0.03 ആണ് കേട്ടോ, അതൊന്ന് നോക്കിക്കോണേ. ആ ഒരു എത്രയാണ് പെർസെൻറ്റേജ് വരുന്നതെന്ന് ജസ്റ്റ് എന്ത് ചെയ്യുക, ഒന്ന് നോക്കിക്കോളൂ കേട്ടോ. അത് കഴിഞ്ഞ് ട്രോപ്പോസ്ഫിയർ അല്ലെ, നമുക്കറിയാം നമ്മുടെ വിമാനങ്ങൾ പോകുന്ന എല്ലാ തരത്തിലുള്ള ബയോസ്ഫിയറിക് ആയിട്ടുള്ള പ്രവർത്തനങ്ങൾ നടക്കുന്ന മണ്ഡലം എല്ലാം ട്രോപ്പോസ്ഫിയർ ആണ്. പിന്നെന്താണ്, നോർമൽ ലാപ്സ് റേറ്റ് ആണ് അല്ലേ, പൊക്കം കൂടുമ്പോൾ ചൂട് കുറയും, അതാണ് നോർമൽ ലാപ്സ് റേറ്റ് എന്ന് നമ്മൾ എന്ത് ചെയ്യുന്നത് പറയുന്നത്. പിന്നെ ഭൂമധ്യരേഖാ പ്രദേശത്ത് കുറച്ച് പൊക്കം കൂടുതലാണ് ട്രോപ്പോസ്ഫിയറിന്. എന്നാൽ നമ്മുടെ ധ്രുവ പ്രദേശങ്ങളിലേക്ക് പോകുന്നതോറും പൊക്കം ഹൈറ്റ് കുറയും. പിന്നെ അതിന്റെ മുകളിലേക്ക് പോകുമ്പോൾ ട്രോപ്പോസ്ഫിയറിൽ നിന്ന് സ്ട്രാറ്റോസ്ഫിയറിനെ വേർതിരിക്കുന്ന ഏരിയയാണ് ട്രോപ്പോപോസ് എന്ന് പറയുന്നത്. ഒരു സമതാപ മേഖലയാണ്, ഒരു ഐസോതെർമൽ ഏരിയയാണ്, സമതാപ മേഖലയാണ് ഈ ട്രോപ്പോപോസ് എന്ന് പറയുന്നത്. പിന്നെ അതിന് മുകളിലേക്ക് സ്ട്രാറ്റോസ്ഫിയർ വരുന്നുണ്ട്. നമുക്കറിയാം അല്ലെ, അവിടെ നോർമൽ ലാപ്സ് റേറ്റ് മാറി റിവേഴ്സ് ലാപ്സ് റേറ്റ് ആണ്. പൊക്കം കൂടുന്തോറും എന്ത് ചെയ്യുന്നു, അവിടെ ചൂട് കൂടുന്നു. ഇനി നമുക്കറിയാം ജെറ്റ് വിമാനങ്ങൾ പോകാൻ വേണ്ടി ഏറ്റവും നല്ല ഏരിയ ഈ സ്ട്രാറ്റോസ്ഫിയർ ആണ്. ഓസോൺ ലെയറിന്റെ പ്രസൻസ് സ്ട്രാറ്റോസ്ഫിയർ ആണ്. പലവട്ടം ചോദിച്ചിട്ടുള്ളതാണ് ഓസോൺ ലെയർ ഏത് ഇതിലാണ് വരുന്നത്, സ്ട്രാറ്റോസ്ഫിയർ രണ്ടാമത്തെയാണ്. അത് കഴിഞ്ഞ് മുകളിലേക്ക് വരുമ്പോൾ മീസോസ്ഫിയർ ആണ്. എഗെയിൻ നോർമൽ ലാപ്സ് റേറ്റ്, പൊക്കം കൂടുമ്പോൾ ടെമ്പറേച്ചർ കുറയുന്നു. നമ്മുടെ ഭൗമ അന്തരീക്ഷത്തിലെ ടെമ്പറേച്ചർ ഏറ്റവും കുറഞ്ഞ റീജിയൻ ആണ് മീസോസ്ഫിയർ എന്ന് പറയുന്നത്. പിന്നെ ഉൽക്കകൾ കത്തിയെരിയുന്ന ഈ റീജിയൻ ആണ് മീസോസ്ഫിയർ എന്ന് പറയുന്നത്. ഇനി സ്ട്രാറ്റോസ്ഫിയറിനെയും മീസോസ്ഫിയറിനെയും തമ്മിൽ തിരിക്കുന്നത് സ്ട്രാറ്റോപോസ്.
മീസോസ്ഫിയറിനെ മുകളിൽ കാണപ്പെടുന്നത് തെർമോസ്ഫിയർ ആണല്ലേ. അത് നമ്മുടെ മീസോസ്ഫിയർ ഏകദേശം 80 കിലോമീറ്റർ വരെയാണ് വരുന്നത്. സ്ട്രാറ്റോസ്ഫിയർ ഏകദേശം 50 കിലോമീറ്റർ വരെയാണ്. ഇനി മീസോസ്ഫിയറിന് മുകളിലായി കാണപ്പെടുന്നതാണ് തെർമോസ്ഫിയർ. തെർമോസ്ഫിയറിന് മുകളിലായി എക്സോസ്ഫിയർ ഉണ്ട്. അപ്പോൾ ഔട്ടർ സ്പേസ്, എക്സോസ്ഫിയർ എന്നൊക്കെ പറയുമ്പോൾ ഔട്ടർ സ്പേസ് ആയി മാറിക്കഴിഞ്ഞു. പിന്നെ തെർമോസ്ഫിയറിലാണ് നമ്മുടെ എന്താണ് അറോറ പ്രതിഭാസങ്ങൾ അല്ലെ, അറോറ ബോറിയാലിസും അറോറ ഓസ്ട്രാലിസും കാണപ്പെടുന്ന തെർമോസ്ഫിയറിലായിട്ടാണ് അല്ലെ. ഇനി അതിന്റെ താഴെയായി കാണപ്പെടുന്ന എന്താണ് അയണൈസ്ഡ് ആയിട്ടുള്ള വാതകങ്ങൾ നിൽക്കുന്ന ഒരു ഏരിയയാണ് അയണോസ്ഫിയർ എന്ന് പറയുന്നത്. അയണോസ്ഫിയർ എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? ഇത്രയും കാര്യങ്ങൾ ഓക്കെ അല്ലേ? യെസ്, ഒരുപാട് പേര് പറയും. സ്റ്റക്കായോ? ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് എന്താ നമ്മുടെ അന്തരീക്ഷത്തെ പറ്റി സ്ഥിരമായി ക്വസ്റ്റ്യൻ വരുന്നതാണ്, നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. അതുകൊണ്ടാണ് ഇങ്ങനെ എന്താ ജസ്റ്റ് പറഞ്ഞ് പോയത്. നെക്സ്റ്റ് വരുന്നത് കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ് കേട്ടോ. കുറച്ച് എന്താണ് ഒരു ട്രിക്കി ക്വസ്റ്റ്യൻ ആണ്. ഇതും എന്താണ് നമ്മുടെ 10th ലെവൽ മെയിൻസിന് ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്. ഇതിന് ആൻസർ ഒന്ന് എഴുതുമോ എല്ലാവരും? ഇതിന് ആൻസർ 45D/10 45D/10 എന്ന ധരാതലീയ ഭൂപടത്തിന്റെ ടോപ്പോ ഷീറ്റ് അല്ലേ, ടോപ്പോഗ്രഫിക്കൽ മാപ്പ് അല്ലെ, ടോപ്പോ ഷീറ്റ് അല്ലെങ്കിൽ ടോപ്പോഗ്രാഫിക് മാപ്പ് എന്നൊക്കെ പറയുന്നതാണ് ധരാതലീയ ഭൂപടങ്ങൾ എന്ന് പറയുന്നത്. അതിന്റെ എന്താണ് നമ്പറിൽ, അതിന്റെ നമ്പറിൽ ഈ നമ്പർ എന്ന് പറയുന്നത് നമുക്ക് ഇപ്പൊ എൻ്റെ പേര് ആര്യ എന്നാണ് അല്ലേ. അപ്പൊ ആര്യ എന്ന് പറയുന്നത് എൻ്റെ ഐഡന്റിറ്റിയാണ്. അതുപോലെ ഈ ധരാതലീയ ഭൂപടത്തിന്റെ ഐഡന്റിറ്റിയാണ് ഈ നമ്പർ എന്ന് പറയുന്നത്. അപ്പൊ ഈ 45D/10 എന്ന് പറയുന്ന നമ്പറിൽ ഡി എന്ന് പറയുന്ന നമ്പർ എന്തിനെ സൂചിപ്പിക്കുന്നു എന്നാണ് ചോദ്യം. ആൻസർ ഒന്ന് എഴുതുമോ? എ മില്യൺ ഷീറ്റ്, ബി ഡിഗ്രി ഷീറ്റ്, സി മിനിറ്റ്, ഡി കോണ്ടൂർ രേഖ. ഇതാണ് നമ്മുടെ ഓപ്ഷൻസ്. എ മില്യൺ ഷീറ്റ് ആണ് എല്ലാവരും പറയുന്നത് അല്ലെ. എ മില്യൺ ഷീറ്റ്. എല്ലാരും എ ആണോ പറയുന്നത്? എല്ലാരും എ ആണോ പറയുന്നത്? യെസ്, കൂടുതൽ ആൾക്കാരും എ ആണ് പറയുന്നത്. ഒരാൾ ഡി പറയുന്നുണ്ട്. ഓക്കെ, നമുക്ക് നോക്കടാ ഈ ഫിഗർ ഒന്ന് നോക്കിയോ. നമുക്ക് അറിയാലോ നമ്മുടെ ഈ ധരാതലീയ ഭൂപടങ്ങൾ അല്ലെങ്കിൽ എന്താണ് നമ്മുടെ ഈ ഒരു മാപ്പ് പറയുന്നത് എന്താണ്? ശരിക്കും പറഞ്ഞ ധരാതലീയ ഭൂപടങ്ങൾ എന്ന് പറയുന്നത് നമ്മുടെ എന്താണ് 3 ഡയമെൻഷനിൽ കാണുന്ന, ഭൂമിയുടെ സർഫസിൽ 3 ഡയമെൻഷനിൽ കാണുന്ന എന്താണ് എല്ലാ തരത്തിലുള്ള ഒബ്ജക്ട്സിനെയും, പർവ്വതങ്ങളായിക്കോട്ടെ, മരങ്ങളായിക്കോട്ടെ, പുഴകളായിക്കോട്ടെ, പാടങ്ങളായിക്കോട്ടെ, അങ്ങനെയുള്ള എല്ലാത്തരം ആൾക്കാരെയും ഒരു 2D എന്താണ് ഒരു 2D സ്പേസിലേക്ക് റെപ്രസെന്റ് ചെയ്യുകയാണ്. അങ്ങനെയുള്ള റെപ്രസെന്റേഷൻസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? മാപ്പുകൾ എന്ന് പറയുന്നത് അല്ലെ. മാപ്പുകൾ അല്ലെങ്കിൽ ധരാതലീയ ഭൂപടങ്ങൾ എന്നൊക്കെ പറയുന്നത് നമുക്ക് അറിയാവുന്ന കാര്യമാണ്. നമ്മുടെ ഭൂമിയുടെ എല്ലാ ഭാഗങ്ങളെയും അല്ലെ, ഭൂമിയുടെ എല്ലാ ഭാഗങ്ങളെയും എന്ത് ചെയ്തിട്ടുണ്ട്? മാപ്പ് ചെയ്തിട്ടുണ്ട്, ധരാതലീയ ഭൂപടങ്ങളാക്കി മാറ്റിയിട്ടുണ്ട് എന്നെന്ത് ചെയ്യാം? നമുക്കറിയാം. ഓക്കെ, ഇനി അങ്ങനെ എന്താണ് ധരാതലീയ ഭൂപടങ്ങളാക്കി മാറ്റിയിട്ടുള്ള ഷീറ്റുകളെയാണ് നമ്മൾ എന്ത് പറയുന്നത്? മില്യൺ ഷീറ്റുകൾ എന്ന് പറയുന്നത് അല്ലെ. മില്യൺ ഷീറ്റുകൾ എന്ന് പറയുന്നത്. അപ്പോൾ ഈ മില്യൺ ഷീറ്റുകൾ നമ്മുടെ എന്താണ് ഇപ്പോൾ നമ്മുടെ എന്താണ് ഇത് ഒരു വേൾഡ് മാപ്പ് ആണെന്നിരിക്കട്ടെ, ഇതൊരു വേൾഡ് മാപ്പ് ആണെന്നിരിക്കട്ടെ. അപ്പോൾ എന്ത് ചെയ്യും? കുഞ്ഞു 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 കുഞ്ഞ് എന്താണ് റോസും കോളംസും ആയിട്ട് തിരിക്കും. അത് ചുമ്മാ ആണോ? എനിക്ക് തോന്നുന്ന പോലെയാണോ? അല്ല, 4 ഡിഗ്രി, അതായത് 4 ഡിഗ്രി എന്താണ് ലോഞ്ചിറ്റ്യൂഡും 4 ഡിഗ്രി ലാറ്റിറ്റ്യൂഡും ആ ഒരു ബേസിലാണ്. അപ്പോൾ ഇങ്ങനെ നമ്മൾ ഒരു ഇൻഡിവിജ്വൽ ഇപ്പോൾ ഈ ഒരു ഫിഗറിൽ കാണിക്കുന്നത് അത്തരത്തിലുള്ള മില്യൺ ഷീറ്റുകളെയാണ്. ഈ നമ്പേഴ്സ് വെച്ചിട്ട് അല്ലേ, 44, 53, 62 എന്നൊക്കെ പറഞ്ഞ് ഈ നമ്പർ വെച്ച് കാണിച്ചിരിക്കുന്നത്, റെപ്രസെന്റ് ചെയ്തിട്ടുള്ളത് അത്തരത്തിലുള്ള മില്യൺ ഷീറ്റുകളെയാണ്. മില്യൺ ഷീറ്റുകൾ. ഇനി മില്യൺ ഷീറ്റുകളുടെ പ്രത്യേകത എന്താണ്? അവരുടെ സ്കെയിൽ എന്ന് പറയുന്നത് 1:10 ലക്ഷമാണ്. ഒരു മില്യൺ എന്ന് പറയുന്നത് 10 ലക്ഷം. ഒറ്റ 10 0 ഒറ്റ 10 100 1000 10,000 ലക്ഷം 10 ലക്ഷം. ഓക്കെ, അപ്പോൾ 10 ലക്ഷം 1:10 ലക്ഷം. അതായത് ഈ മാപ്പിലെ 1 സെന്റിമീറ്റർ നമ്മുടെ ഭൂമിയിലെ 10 ലക്ഷം സെന്റിമീറ്ററിനെ കാണിക്കുന്നു. അത്രയാണ് എന്ത് ചെയ്യുന്നത്? ഈ സ്കെയിൽ എന്ന് പറയുന്ന
സാധനം കൊണ്ട് ഉദ്ദേശിച്ചിരിക്കുന്നത്. അതായത് നമ്മുടെ എന്താണ് മാപ്പിലെ 1 സെന്റിമീറ്റർ ശരിക്കുള്ള റിയൽ ആയിട്ടുള്ള ഭൂമിയിലെ 10 ലക്ഷം സെന്റിമീറ്റർ എന്ത് ചെയ്യുന്നുണ്ട്, റെപ്രസെന്റ് ചെയ്യുന്നു എന്നുള്ളതാണ് ഈ എന്താണ് സ്കെയിൽ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഈ 45, 54 എന്ന് പറയുന്ന ഈ നമ്പർ ഇട്ടേക്കുന്ന ഓരോ ഷീറ്റുകളും എന്ന് പറയുന്നത് ഇത്തരത്തിലുള്ള മില്യൺ ഷീറ്റുകളാണ്. ഇനി അവരുടെ സ്കെയിൽ എങ്ങനെയാണ് അവർ കാണിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 4 ഡിഗ്രി ലാറ്റിറ്റ്യൂഡ്, 4 ഡിഗ്രി ലോഞ്ചിറ്റ്യൂഡ്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാൻ ഈ ഒരു പർട്ടിക്കുലർ ഈ 55 എന്ന് പറയുന്ന ഈ ഒരു പർട്ടിക്കുലർ സാധനത്തിന് എന്ത് ചെയ്തു, എടുത്ത് വലുതാക്കി വരയ്ക്കുകയാണെന്നിരിക്കട്ടെ. വലുതാക്കി വരയ്ക്കുന്ന സമയത്ത് എന്താണ് ഇവിടെ ഇപ്പോൾ ഇത് ഒരു 36 ഡിഗ്രിയാണ്, 36 ഡിഗ്രി നോർത്താണ് ഇതിൻ്റെ ലാറ്റിറ്റ്യൂഡ് തുടങ്ങുന്നതെന്നുണ്ടെങ്കിൽ തീരുന്നത് എവിടെയായിരിക്കും, 40 ഡിഗ്രി നോർത്തിലായിരിക്കും. ഇനി നമ്മൾ ഇതിൻ്റെ ലോഞ്ചിറ്റ്യൂഡ് കണക്കാക്കുന്ന സമയത്ത് ഇവിടെ എന്താണ് ഒരു 26 ഡിഗ്രി ഈസ്റ്റ് ആണ് ഇതിൻ്റെ ലോഞ്ചിറ്റ്യൂഡ് കാണിക്കുന്നുണ്ടെങ്കിൽ ഇത് അവസാനിക്കുന്നത് 30 ഡിഗ്രി ഈസ്റ്റിലായിരിക്കും. അത്തരത്തിൽ കാണിക്കുന്ന അല്ലെ, അങ്ങനെ 4 ഡിഗ്രി ഇന്റർവെല്ലിലുള്ള ലാറ്റിറ്റ്യൂഡ് ലോഞ്ചിറ്റ്യൂഡ് ഇതിനിടയിലുള്ള ഏരിയയിൽ കാണിക്കുന്ന ആൾക്കാരെയാണ് നമ്മൾ മില്യൺ ഷീറ്റുകൾ എന്ന് പറയുന്നത്. അത്തരത്തിൽ 2222 മില്യൺ ഷീറ്റുകൾ കൊണ്ടിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഭൂമിയെ മുഴുവൻ മാപ്പ് ചെയ്ത് വെച്ചിരിക്കുന്നത് എന്ത് ചെയ്യുന്നത് നമുക്കറിയാം അല്ലേ. ഇനി അവരെന്താണ് ഓരോ കോളത്തിനെയും നമ്മൾ 1, 2, 3, 4 ഇതെങ്ങനെയാണ് 1, 2, 3, 4 1, 2, 3, 4 അതായത് നമ്മൾ താഴേക്കാണ് എന്ത് ചെയ്യുന്നത്, നമ്പർ ചെയ്യുന്നത്. ഓക്കെ, അപ്പം എന്താണ് അങ്ങനെ എന്ത് ചെയ്യും, നമ്പർ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഈ നമ്മുടെ ഈ നമ്പർ, അതായത് നമ്മുടെ ഈ പർട്ടിക്കുലർ ക്വസ്റ്റ്യനിലെ ഈ 45 എന്ന് പറയുന്ന നമ്പറാണ് ഇവിടെ എന്ത് ചെയ്യുന്നത്, മില്യൺ ഷീറ്റിനെ റെപ്രസെന്റ് ചെയ്യുന്നത്. ഇത്രയും കാര്യങ്ങൾ ഓക്കെ ആയോ? അപ്പൊ എന്താണ് മില്യൺ ഷീറ്റ് എന്ന് മനസ്സിലായോ? ഓക്കെ ആണോ? മില്യൺ ഷീറ്റ് എന്താണെന്ന് ഓക്കെ ആണോ? നമ്മൾ പറഞ്ഞല്ലേ, ഭൂമി നമ്മൾ മുഴുവൻ മാപ്പ് ചെയ്തിട്ടുണ്ട് മില്യൺ ഷീറ്റുകളായിട്ടാണ് അല്ലേ. 1:10 ലക്ഷം സ്കെയിലുള്ള കുഞ്ഞു മാപ്പുകളാക്കി നമ്മൾ ഭൂമി എന്ത് ചെയ്തിട്ടുണ്ട്, മാപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ അതിനെല്ലാം എന്താണ് നമ്മൾ തിരിച്ചറിയാൻ വേണ്ടി ഓരോ നമ്പറുകൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പൊ 1, 2 അപ്പൊ മുകളിൽ നിന്ന് താഴേക്ക് 1, 2, 3, 4, 5, 6, 7, 8, 9 അങ്ങനെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, നമ്പർ കൊടുത്തിട്ടുണ്ട് എന്ന് പറഞ്ഞു അല്ലേ. അപ്പൊ അതിനെയാണ് അങ്ങനെ കാണിക്കുന്ന ഈ ഒരു പർട്ടിക്കുലർ ക്വസ്റ്റ്യനിൽ 45 എന്ന് പറയുന്ന നമ്പറിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, മില്യൺ ഷീറ്റായിട്ട് റെപ്രസെന്റ് ചെയ്യുന്നത്. 45 എന്ന് പറയുന്ന നമ്പറാണ് എന്ത് ചെയ്യുന്നത് ഇവിടെ മില്യൺ ഷീറ്റായിട്ട് റെപ്രസെന്റ് ചെയ്യുന്നത്. ഓക്കെ, ഇനി ഞാൻ എന്ത് ചെയ്തു, ഈ 55 എന്ന് പറയുന്ന പർട്ടിക്കുലർ സാധനം എന്ത് ചെയ്തു, എടുത്തു. പർട്ടിക്കുലർ ആയിട്ടുള്ള ഈ ഒരാളിനെ എടുത്തിട്ട് എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും, എഗെയിൻ എന്ത് ചെയ്തു, ഞാൻ അയാളെ എന്ത് ചെയ്തു, ഓരോ ഡിഗ്രി വെച്ചല്ലേ, 36 കഴിഞ്ഞ് 37 ഡിഗ്രി, 38 ഡിഗ്രി, 39 ഡിഗ്രി, 40 ഡിഗ്രി, ദെൻ 26 കഴിഞ്ഞ് 27 ഡിഗ്രി, 28 ഡിഗ്രി, 29 ഡിഗ്രി, 30 ഡിഗ്രി. അങ്ങനെ എന്ത് ചെയ്തു, കുഞ്ഞു ഷീറ്റുകളായിട്ട് അല്ലേ, കുഞ്ഞു ഷീറ്റുകളായിട്ട് എന്ത് ചെയ്തു, തിരിച്ചു. കുഞ്ഞു 1 ഡിഗ്രി വരെ വച്ചുള്ള എന്താണ് കുഞ്ഞു അതായത് ഈ ഞാൻ എന്ത് ചെയ്തു, ഒരു മില്യൺ ഷീറ്റിനെ എടുത്തിട്ട് 16 എന്താണ് കുഞ്ഞു ഓരോ ഡിഗ്രി വെച്ചിട്ടുള്ള ആൾക്കാരായിട്ട് മാറ്റി. അപ്പോൾ അതിലെന്താണ് എനിക്ക് എന്ത് ചെയ്യണം, അപ്പം ഇത് 45 ഡിഗ്രി അല്ലെ, 40 ഞാൻ എന്ത് ചെയ്തു, 55നെയാണ് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് അല്ലേ. 55നെ എടുത്തു, 55നെ ഞാൻ എന്ത് ചെയ്തു, 16 കോളങ്ങളാക്കി തിരിച്ചു. അപ്പം എന്താണ് എ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്, ബി, സി, ഡി, ഇ, എഫ്, ജി, എച്ച്, ഐ, ജെ, കെ, എൽ, എം, എൻ, ഒ, പി. മനസ്സിലായോ? അതായത് ആ 55 ഡിഗ്രി എന്ന് പറയുന്ന മില്യൺ ഷീറ്റിനെ ഞാൻ എടുത്തിട്ട് 16 കോളങ്ങളാക്കി തിരിച്ചല്ലേ, 16 കോളങ്ങളായിട്ട് തിരിച്ചു. അതിനെന്താണ് ഓരോ ഡിഗ്രി ആയിട്ടല്ലേ, ഓരോ ഡിഗ്രി ലാറ്റിറ്റ്യൂഡും ഓരോ ഡിഗ്രി ലോഞ്ചിറ്റ്യൂഡുമുള്ള 16 കോളങ്ങളായിട്ടാണ് തിരിച്ചത്. അതിന് ഞാൻ എന്ത് ചെയ്തു, നൈം ചെയ്തു. ഇംഗ്ലീഷ് ആൽഫബറ്റാണ് നൈം കൊടുത്തത്. ABCD എന്നുള്ള രീതിയിലാണ് എന്ത് ചെയ്തത്, ഞാൻ നൈം കൊടുത്തത്. അപ്പോൾ എന്താണ് ഇനി ഈ രീതിയിൽ എന്ത് ചെയ്യാണ്, ഞാൻ ഈ 55നെ എന്ത് ചെയ്യാണ്, ഈ രീതിയിൽ ഞാൻ എന്ത് ചെയ്തു, എഗെയിൻ ഒരു ഡിഗ്രി വെച്ചിട്ടുള്ള എന്താണ് ഇതായിട്ട് തിരിച്ചു. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഡിഗ്രി ഷീറ്റുകൾ എന്ന് പറയുന്നത്. ഡിഗ്രി ഷീറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ക്ലിയർ ആയോ? അപ്പോൾ ഈ ഡി എന്ന് പറയുന്നത്, അതായത് ഇവിടെ എന്താണ് പർട്ടിക്കുലർ ഒരു എ എന്ന് പറയുന്ന നമ്പർ ഒരു ഡിഗ്രി ഷീറ്റാണ്, ബി എന്ന് പറയുന്നത് ഒരു ഡിഗ്രി ഷീറ്റാണ്, എന്താണ് അടുത്ത് ഈ സി എന്ന് പറയുന്നത് അവിടുത്തെ ഒരു ഡിഗ്രി ഷീറ്റാണ്, ഡി എന്ന് പറയുന്ന ഒരു ഡിഗ്രി ഷീറ്റാണ്. ഓരോ ആൽഫബറ്റും എന്താണ് ഓരോ ഡിഗ്രി ഷീറ്റുകളായിട്ട്
നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? തിരിക്കാൻ പറ്റും. ഇനി ഡിഗ്രി ഷീറ്റിന്റെ സ്കെയിൽ എന്താണ്? 1:2 എന്താണ്? 2.5 ലക്ഷം. നമ്മുടെ എന്താണ്? 1 സെന്റിമീറ്റർ 2.5 ലക്ഷം എന്താണ്? ഭൂമിയിലെ 2.5 ലക്ഷം സെന്റിമീറ്ററിനാണ് എന്ത് ചെയ്യുന്നത്? ഇവിടെ പറയുന്നത്. അത് ക്ലിയർ ആയോ? എങ്ങനെയാണ് ആ ഒരു ഇത് ക്ലിയർ ആയോ? അപ്പോൾ 45 എന്ന് പറയുന്ന ആ ഒരു പർട്ടിക്കുലർ നമ്പർ അവിടെ മില്യൺ ഷീറ്റിനെയും നമ്മുടെ അക്ഷരം അല്ലെ ആൽഫബറ്റ് ആയിട്ടുള്ള ഡി എന്ന് പറയുന്ന ആള് എന്താണ്? ഒരു ഡിഗ്രി ഷീറ്റിനെയുമാണ് എന്ത് ചെയ്തിട്ടുള്ളത്? റെപ്രസെന്റ് ചെയ്യുന്ന ഡിഗ്രി ഷീറ്റ്. ഇനി നോക്കടാ, ഈ ഒരു പർട്ടിക്കുലർ കേസിൽ ഞാൻ എന്ത് ചെയ്തു? ഈ ഡി എന്ന് പറയുന്നത് ഞാൻ എന്ത് ചെയ്തു? ഇവിടെ എന്താണ് എനിക്ക് ഇഷ്ടമുള്ള ഈ ഡി എന്ന് പറയുന്ന ഒരു ഡിഗ്രി ഷീറ്റിനെ എടുത്തേ. ആ ഡിഗ്രി ഷീറ്റിനെ എടുത്തിട്ട് എനിക്ക് എന്ത് ചെയ്യാം? പിന്നെയും 15 മിനിറ്റ് അല്ലേ? 15 മിനിറ്റിൽ ഞാൻ എന്ത് ചെയ്തു? എഗെയിൻ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റി? ഒരു ഡിഗ്രി എന്ത് ചെയ്യാൻ പറ്റും? എനിക്ക് 15 മിനിറ്റുകളായിട്ട് അല്ലേ? അങ്ങനെ വരുമ്പോൾ എന്താണ്? വീണ്ടും എന്താണ്? എനിക്ക് ഇതുപോലെ എന്താണ്? 16 കോളങ്ങൾ കിട്ടും. ആ ഒരു ഡിഗ്രി ഉള്ള ഷീറ്റിന്, ആ ഒരു ഡിഗ്രി ഉള്ള ഒരു കോളത്തിനെ എടുത്തിട്ട് ആ ഡിഗ്രി ഷീറ്റിനെ എടുത്തിട്ട് ഞാൻ എന്ത് ചെയ്തു? പിന്നെയും 15 ഡിഗ്രി ഇന്റർവെൽസ് ആയിട്ട് എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? തിരിക്കാൻ പറ്റും. 15 ഡിഗ്രി ഇന്റർവെൽസ് ആയിട്ട് തിരിക്കാൻ പറ്റും. അങ്ങനെ തിരിച്ചിട്ട് ഞാൻ എന്ത് ചെയ്തു? എഗെയിൻ എനിക്ക് 16 ആൾക്കാർ വരും അല്ലേ? 1 അപ്പൊ ഞാൻ അവരെ നമ്പർ ചെയ്തു. 1 2 3 4 5 6 7 8 9 അങ്ങനെ എന്ത് ചെയ്തു? ഈ ഒരു രീതിയിൽ ഞാൻ നമ്പർ ചെയ്തു. മുകളിൽ നിന്ന് താഴേക്ക് നമ്പർ ചെയ്തു. ഇനി എന്ത് ചെയ്യാണ്? ഞാൻ ഇതിനകത്തുള്ള എന്താണത്? ഇങ്ങനെ വരുന്ന സ്കെയിലുകൾ 1:50,000 ആയിരിക്കും. 1:50,000 ആണ്. അതായത് 1 സെന്റിമീറ്റർ ഭൂമിയിലുള്ള 50,000 സെന്റിമീറ്ററുകളെ എന്ത് ചെയ്യുന്നു? കാണിക്കുന്നു. ഈ ഷീറ്റുകളാണ് നമ്മൾ ടോപ്പോ ഷീറ്റുകൾ എന്ന് പറയുന്നത്. ടോപ്പോ ഷീറ്റ്. അപ്പൊ ഇന്ത്യയിൽ എന്താണ് ഇതുപോലെ മാപ്പ് ചെയ്തിട്ടുണ്ട് അല്ലേ? ഇന്ത്യ അങ്ങനെ മാപ്പ് ചെയ്തതാണ്. സർവേ ഓഫ് ഇന്ത്യ ആണ് അല്ലേ? സർവേ ഓഫ് ഇന്ത്യ എന്ത് ചെയ്തിട്ടുണ്ട്? ഇന്ത്യ ഇതുപോലെ എന്താണ് ടോപ്പോ ഷീറ്റുകളായിട്ട് മാപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പൊ എന്താണ്? ഞാൻ ഈ ഒരു പർട്ടിക്കുലർ ഇതിനകത്ത് 16 അല്ലെ? നമ്മുടെ ഈ ഒരു പി എന്ന് പറയുന്ന ഈ ഒരു ഡിഗ്രി ഷീറ്റിനെ എഗെയിൻ 16 ആയിട്ട് എന്ത് ചെയ്തു? ഞാൻ തിരിച്ചപ്പോഴത്തേക്ക് എന്താണ്? എനിക്ക് അതിനകത്ത് ഇപ്പൊ 7 എന്ന് പറയുന്ന ഈ ഒരു ക്വാഡ്രന്റിലുള്ള ആളെ മാത്രം എടുക്കണമെന്നുണ്ടെങ്കിൽ അപ്പൊ എനിക്ക് എന്താണ്? എന്റെ ബേസ് ആയിട്ടുള്ള ആൾ 55 അല്ലേ? 55 P/7. അപ്പൊ ഇങ്ങനെയാണ് എന്ത് ചെയ്യുന്നത്? നെയിം ചെയ്യുന്നതിൽ 55 എന്ന് പറയുന്ന ലെറ്റർ മില്യൺ ഷീറ്റിനെയും പി എന്ന് പറയുന്ന ആൾ ഡിഗ്രി ഷീറ്റിനെയും 7 എന്ന് പറയുന്ന ആള് ടോപ്പോ ഷീറ്റിനെ പർട്ടിക്കുലർ ആ ഒരു നമ്പറെ നമ്മൾ അതിനകത്ത് എത്രാമത്തെ കാണുന്നു എന്നുള്ള രീതി ടോപ്പോ ഷീറ്റിനെയാണ് എന്ത് ചെയ്യുന്നത്? റെപ്രസെന്റ് ചെയ്യുന്നത്. ഇത് ക്ലിയർ ആയോ? അത് ഓക്കെ ആണോ? മനസ്സിലായോ എങ്ങനെയാണെന്ന്? ഓക്കെ ആണോ? ഓക്കെ, അപ്പൊ നമ്മുടെ ക്വസ്റ്റ്യനിലേക്ക് പോയി കഴിഞ്ഞാൽ ഇവിടെ എന്താണ്? ഡി എന്ന് പറയുന്ന ലെറ്റർ കാണിച്ച ആരെയാണ്? ഡിഗ്രി ഷീറ്റിനെയാണല്ലേ? ഡിഗ്രി ഷീറ്റിനെയാണ് നമ്മുടെ ഡി എന്ന് പറയുന്ന ലെറ്റർ കാണിക്കുന്നത്. റെപ്രസെന്റ് ചെയ്യുന്ന ഡിഗ്രി ഷീറ്റിനെയാണ്. ഓക്കെ അല്ലേ? യെസ്, ക്ലിയർ ആണ്. ഇനി നമ്മുടെ എന്താണ് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോയി കഴിഞ്ഞാൽ ധരാതലീയ ഭൂപടങ്ങളുടെ ഡിഗ്രി ഷീറ്റുകളുടെ അക്ഷാംശ രേഖാംശ വ്യാപ്തി എത്രയാണ്? ഡിഗ്രി ഷീറ്റുകളുടെ അക്ഷാംശ രേഖാംശ വ്യാപ്തി 1 ഡിഗ്രി അക്ഷാംശം 1 ഡിഗ്രി രേഖാംശ വ്യാപ്തിയാണ് അല്ലെ? 1 ഡിഗ്രി അക്ഷാംശം 1 ഡിഗ്രി രേഖാംശ വ്യാപ്തിയാണ് എന്ത് ചെയ്യുന്നത്? വരുന്നത് ബി ആണ് എന്ത് ആൻസർ വരുന്നത്. ഇനി ധരാതലീയ ഭൂപടങ്ങളിൽ തരിശുഭൂമി ചിത്രീകരിക്കാൻ ഉപയോഗിക്കുന്ന നിറം ഏത്? വെള്ളയാണ് കേട്ടോ. വെള്ളയാണ് തരിശുഭൂമി ചിത്രീകരിക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്നത്. വൈറ്റ് കളറാണ്. ഇനി തവിട്ട് കളർ എന്തിനാണ്? തവിട്ട് കളർ മണൽ കൂനകള്, മണൽ തിട്ടകള് അതിനെയൊക്കെ റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതുപോലെ തന്നെ നമ്മുടെ കോണ്ടൂർ ലൈൻസിനെ റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെയാണ് തവിട്ട് അല്ലെങ്കിൽ ബ്രൗൺ കളർ എന്ത് ചെയ്യുന്നത്? റെപ്രസെന്റ് ചെയ്യുന്നത്. ബ്ലാക്ക് നമ്മുടെ എന്താണ്? ലാറ്റിറ്റ്യൂഡ് ലോഞ്ചിറ്റ്യൂഡ് അതുപോലെ തന്നെ റോഡുകൾ ഒക്കെ റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്? നമ്മുടെ ബ്ലാക്ക് പ്രധാനമായിട്ട് യൂസ് ചെയ്യുന്നത്. മഞ്ഞ കൃഷിഭൂമിയെ റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പ്രധാനമായിട്ടും എന്ത് ചെയ്യുന്നത്? മഞ്ഞ വരുന്നത്. ഇനി പച്ച കളർ എന്തിനാണ്? സസ്യജാലങ്ങൾ അല്ലെ? സസ്യങ്ങളെയൊക്കെ അല്ലെങ്കിൽ വൃക്ഷങ്ങളെയൊക്കെ അല്ലെങ്കിൽ നമ്മുടെ എന്താണ് അങ്ങനെ വളരെ എന്താണ് നാച്ചുറൽ ആയിട്ടുള്ള വെജിറ്റേഷൻസ് ഉള്ള ഏരിയാസിനെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് പച്ച കാണിക്കുന്നത്. നീല നമുക്കറിയാം അല്ലെ? ജലാശയങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് പ്രധാനമായിട്ടും
നീല എന്ത് ചെയ്യുന്നത് ഉപയോഗിക്കുന്നത്. അപ്പം ഇത്രയും കാര്യങ്ങൾ എന്ത് ചെയ്യുക, നന്നായിട്ട് നോക്കിയിട്ട് വരിക. ബാക്കി നമുക്ക് എന്ത് ചെയ്യാം, നെക്സ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, നെക്സ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. അപ്പം നമുക്ക് എന്ത് ചെയ്യാം, നെക്സ്റ്റ് ക്ലാസ്സിൽ നോക്കാം. അപ്പം എന്ത് കഴിഞ്ഞു പോയാൽ ഏകദേശം 10:45 നമുക്ക് എന്ത് ചെയ്യാം, നെക്സ്റ്റ് ക്ലാസ്സിൽ ബാക്കി ഡിസ്കസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ താങ്ക് യു. നിങ്ങൾ ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം, ബാക്കിയുള്ളവർക്ക് എന്ത് ചെയ്യാം, ലീവ് ചെയ്യാം.